सरस्वतीं व्यासं ततो जयमुदीरयेत् यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रयै तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितिदीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं यं ब्रह्मा वरुणेन्द्ररुद्रमरुतस्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः ध्यानावस्थितत्कतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः कोमलं पूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम धूतैर्महद्भिर्ययिमा पुरो विभो निर्माय शयतेदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलं कृषिष्ट भगवान् वचांसि मे बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगता अजाड्यं वाक्पटुत्वं च हनूमत्स्मरणात् भवेत् उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहं यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं हरिश्रीगणपतये नमः अविघ्नमस्तु गुरुभ्यो नमः गङ्गणपतये नमः संसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय 6:45 ഒരു 7:45 വരെ പോവാം അല്ലേ? അതാണ് ആദ്യം അറിയേണ്ടത്. എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ളത് അറിയണം. ഇപ്പം നിർത്താൻ ഞാൻ തയ്യാറാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നിർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 7:45 വരെ, ഒരു മണിക്കൂർ നേരം. ഭാഗവത മാഹാത്മ്യം ആണ് വിഷയം. അതൊന്നും ഇനി വിസ്തരിക്കാനില്ല, സ്വാമിജി പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതം കേൾക്കേണ്ടതിൻ്റെ പ്രസക്തിയെ പറ്റിയൊന്നും അങ്ങനെ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. എത്രയോ ഭാഗവതം കേട്ടവരാണ് നിങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ധാരാളം നടക്കാറുണ്ട്. അതെന്നെ കേട്ട് ഒരു അതിൻ്റെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് മാഹാത്മ്യം ചുരുക്കിയേ പറയുന്നുള്ളൂ. എത്ര കൊണ്ട് മനസ്സിലാക്കിയാലും ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. നമുക്കറിയാത്ത വിഷയമൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ നമ്മളതിൻ്റെ അധികം ഉണ്ടാകുമ്പോഴും കുഴപ്പമുണ്ടേ. അതിപരിചയാത് അവജ്ഞ എന്നൊരു സൂത്രം തന്നെ ഉണ്ട്. അധികം പരിചയമാകുമ്പോൾ നമുക്കൊരു അവജ്ഞ ഉണ്ടാകുക. ഭാഗവതല്ലേ, സാപ്താഹല്ലേ, നാരായണീയല്ലേ, പിന്നെ അപ്പം നമുക്കതൊന്നും പുതുമുള്ളതല്ല. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ നടന്നതാണെങ്കിലും കേട്ടതാണെങ്കിലും അതിനെപ്പറ്റി വ്യക്തമായോ വിശദമായോ മനസ്സിലാക്കാത്ത എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് കേട്ടാലുണ്ടാവേണ്ട സ്വഭാവം അവരിൽ കാണില്ല. പല ശ്രോതാക്കളീ ചോദിക്കാറുണ്ട്, എന്തൊക്കെ അങ്ങനെ കുറേ കേട്ടവരാണല്ലോ, എന്നിട്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിഷയം. മാഹാത്മ്യം എങ്ങനെ കേൾക്കണം, അത് ആദ്യം ക്ലാസ് എടുക്കുകയാണ്. ഇന്ന് ഭാഗവതം തുടങ്ങണില്ല. ഇന്ന് പറയണത് എന്താ, നാളെ മുതൽ എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് പറയട്ടെ. ഭാഗവതം എന്ത്, എന്തിന്, എങ്ങനെ, അതാണ് ചോദ്യം. എന്ത്, എന്തിന്, എങ്ങനെ. ഏത് വിഷയം ചിന്തിക്കുമ്പോഴും നമ്മൾ ഇത്രയും കാര്യം നോക്കാറുണ്ട്. സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ അതുകൊണ്ടുള്ള പ്രയോജനം, അതും ഞാനും തമ്മിൽ എന്താ ബന്ധം, ഞാൻ ഇത് കേൾക്കേണ്ടവനാണോ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഒന്നാമത് തിരക്കുള്ള കാലമാണ്. ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുക. ഉള്ളവരും വലിയ തിരക്കുള്ളവരല്ല, റിട്ടയറായി പെൻഷൻ പറ്റി നിൽക്കുന്നവരാണ്. ആയിക്കോട്ടെ, 4 തിരക്കുണ്ട്. പേരെ കുട്ടിയെ നോക്കണം. മൂത്താൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്, 2ാമത്തെ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടാ പോകണമെന്നുള്ള സംശയിക്കേണ്ടിരിക്കുന്നവരുണ്ടാവും. അതൊന്നുമില്ല, 7 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് വൈകുന്നേരം ഉണ്ടാവും. അങ്ങനെയൊക്കെ അതുണ്ടാവും. ചിലരൊന്ന് മാഹാത്മ്യം കഴിയുന്നത് കേട്ടിട്ട് പോകാം എന്ന് കരുതി വന്നവരും ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും നടക്കല്ലേ, മാഹാത്മ്യത്തെങ്കിലും പോകണ്ടേ എന്ന് പറഞ്ഞത് കഴിഞ്ഞ് അടുത്ത് വന്നിട്ട് പറയും, നാളെ ഉണ്ടാവില്ല കേട്ടോ, അതിന് ഒരു കുഴപ്പമില്ല.
അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. വലിയൊരു എന്താണ് ഈ സപ്താഹം, എന്താ അതിൻ്റെ പ്രാധാന്യം? ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ 7 ദിവസം മാറ്റിവെച്ച് നമ്മളത് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഗൗരവമുണ്ടെങ്കിൽ മതിയല്ലോ കേൾക്കുക. നിസ്സാരമായ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ 7 ദിവസം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് പൊട്ടത്തരാകും, ഇല്ലേ? ഇല്ലേ? വെറുതെ ആയുസ് ഇങ്ങനെ പോവുകയാണ്. കാരണം ഇന്നത്തെ വിഷയം ഇത് കേട്ടാൽ വല്ല ഗുണമുണ്ടോ, പ്രയോജനമുണ്ടോ? ഭാഗവതം എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഭഗവാനുമായി ബന്ധപ്പെടാത്ത ഒന്നും ഇവിടെ ഇല്ല. ഒന്ന് കാണിച്ചൊരു ഭഗവാനായിട്ട് ബന്ധമില്ലാത്തൊരു വസ്തു കാണിച്ചൊരു ഒരു വസ്തുവില്ല. അപ്പൊ ഭാഗവതം അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഭാഗവതം അല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നമ്മളങ്ങനെ അത്ര വലിയ, എൻ്റെ കാര്യം എനിക്കറിയാം, വലിയ ജ്ഞാനിയൊന്നുമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിശേഷിച്ച് ഈ ഒരു ഗ്രന്ഥത്തെ എന്ത് പറയാനുണ്ട്? ഭാഗവതം. ഭഗവാന്റെ ചരിത്രം വർണ്ണിക്കുന്നു, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം, ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുന്നു. ഗോവിന്ദ. ഭാഗവതം എന്ത്, എന്തിന്, എങ്ങനെ? എന്ത് ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവത് സംബന്ധമായ കാര്യം. ഇനി വിശേഷിച്ചും ഈ ഒരു ഗ്രന്ഥത്തെ ഭാഗവതം എന്ന് പറയും. ഭാഗവതന്മാരുടെ ചരിത്രത്തെയും ഭാഗവതം എന്ന് പറയും. ഭക്തന്മാരുടെ കഥ അതും കാണാം ഭാഗവതത്തിൽ. ഇനി അടുത്ത ചോദ്യം, ഇത് എന്തിന്? എന്തിനാന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ജീവന്മാർക്കൊരാശ്രയമാണ് ഈ ഒരു ഭാഗവതം. ഇന്നിപ്പോൾ പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. കാശില്ലാത്തതും നല്ല പ്രശ്നം. ഇന്നിപ്പോൾ കാശൊക്കെ ധാരാളം എല്ലാവരുടെ കയ്യിലുണ്ട്. സമാധാനം കഷ്ടിയാണ്. സ്വൈരം എന്ന് പറഞ്ഞതില്ല. ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്നു. ഇതൊന്നുമില്ലാത്തൊരു ഭീതി, കുട്ടികൾക്കാണെച്ചാൽ പരാജയ ഭീതി, നിരാശ, പുറത്തിറങ്ങില്ല, മുണ്ടില്ല, വയ്യ, ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുക, അച്ഛനും അമ്മയും പറഞ്ഞത് കേൾക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകും ഒരു 70% ആളുകൾ. ഒരു പ്രായം കഴിയുമ്പോഴേക്കും മനസ്സ് കയ്യിൽ ഒതുങ്ങാത്തൊരവസ്ഥ, ഒന്നെങ്കിൽ മാനസിക പ്രശ്നം അല്ലെങ്കിൽ അൽഷിമേഴ്സ്. ഇന്ന് ലോകത്തിൻ്റെ കാര്യം പറയുന്നു. ആദ്യം ഒന്നും നെഗറ്റീവ് പറയല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു സമാധാനം കിട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല സത്സംഗങ്ങളുമാണ്. അപ്പൊ എന്താണ് ഭാഗവതം? ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഭാഗവതം. ഇത് മാത്രമല്ല, ഭഗവത്ഗീതയാണെങ്കിലും ഇനി മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളാണെങ്കിലൊക്കെ. അപ്പൊ ചോദ്യം വരും, എന്നാ ഭാഗവതത്തിന്റെ പ്രത്യേകത? അതെന്താ വെച്ചാൽ സരളമായ പദ്ധതിയാണ്. അല്പബുദ്ധികൾക്ക് പോലും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ശാസ്ത്രത്തിന്റെ പ്രത്യേകത. എന്താണ്? വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തവർക്ക് പോലും സാധിക്കും. മറ്റുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണം വെച്ചാൽ സമയം കുറേ ആവശ്യമാണ്. ഇപ്പം മഹാഭാരതം പഠിക്കണമെങ്കിൽ 41 ദിവസം വേണം. ആ സ്ഥാനത്ത് ഭാഗവതാണെങ്കിൽ 7 ദിവസം മതി. മനസ്സിലാവില്ലേ? രാമായണാണെങ്കിലും കുറച്ചുണ്ട്, 24,000 ശ്ലോകമുണ്ട്. എന്നാൽ ഭാഗവത്തിൽ 18,000 ഉള്ളൂ. ദേവി ഭാഗവതാണെങ്കിലും കുറച്ചുണ്ട്, 9 ദിവസം വേണം, 7 ദിവസം മതി. അതും ഇതിൻ്റെ രീതി വളരെ സാത്വികമായ രീതിയാണ്. ആരെയും കുറ്റം പറയാതെ നമ്മളുടെ ഒപ്പം നിന്ന്, നമ്മളുടെ കൂടെ നിന്ന്, ഒരു കാമുകി കാമുകനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ. അല്ലെങ്കിൽ നമുക്ക് നേരം കൂടുതൽ അറിയില്ല, 2-2.5 മണിക്കൂറൊക്കെ അങ്ങനെ അമ്മ വിളിക്കുമ്പോഴെടുക്കാൻ പ്രയാസമുള്ളൂ. വേദം ഉപനിഷത്തൊക്കെ ഇതുപോലെ ചോദിച്ചാൽ അത് ഗുരുനാഥൻ ഉപദേശിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ല. പക്വതയുള്ള കുട്ടിക്ക് ഇഷ്ടപ്പെടും. അത്ര പക്വത ഇല്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ഗുരുനാഥൻ്റെ ഉപദേശമൊന്നും ഇഷ്ടപ്പെടില്ല. വല്ല പിടിച്ചു പിടിച്ചെങ്ങനെ ഇരിക്കും, നിർത്തിക്കഴിഞ്ഞാൽ സമാധാനമായിരിക്കും, അത് പറ്റും. നേരെ മറിച്ച് സുഹൃത്ത് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഇഷ്ടത്തോടു കൂടി കേൾക്കും എന്ന് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ രീതി വ്യത്യാസമാണ്. അച്ഛൻ ഉപദേശിക്കുന്നത് പോലെയല്ല സുഹൃത്ത് പറഞ്ഞു കൊടുക്കുക. ആണ് അതേ കാര്യം തന്നെ സുഹൃത്ത് പറഞ്ഞാൽ കേൾക്കും. കാരണം അത് ശൈലിയുടെ പ്രത്യേകതയാണ്. വേദത്തിൻ്റെ ശൈലി ഉപദേശമാണ്. സത്യം വദ, സത്യം പറയണം എന്ന് പറഞ്ഞാൽ ചിലപ്പം അധികം പേർക്കും ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടപ്പെടും. സത്യം പറയണം, നാളെ മുതലേ എല്ലാവരും ഭാഗം കേൾക്കാൻ പറയണം, ഒന്നുമില്ലെങ്കിലേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും തോന്നുന്നു. അപ്പം ഞാനെന്താ പറയുക, ഒന്ന് വെച്ചാൽ നന്നായിരുന്നു കേട്ടോ. ഞാൻ കോഴിക്കോട് നിന്നൊക്കെ അത്രയും ദൂരത്ത് നിന്ന് വന്ന ദിവസം പഠിപ്പിക്കല്ലേ, ഇത് പറയാനായിട്ട് പുറപ്പെടുകയാണ്. പറ്റിച്ചാൽ നിങ്ങളൊക്കെ വരിക, ഒരാഴ്ച സന്തോഷമാണ്.
ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഈ സപ്താഹങ്ങളോ ഇത് കേൾക്കൽ തന്നെയാണ്. അതല്ലാണ്ട് എന്തെങ്കിലും തരണമെന്നല്ല. അതിനേക്കാളൊക്കെ പ്രധാനം സന്തോഷിക്കണ ചെന്ത വേണ്ടു ചോദിച്ചാൽ ഇരുന്ന് കേൾക്കാൻ തയ്യാറായാൽ സന്തോഷമായി. അതിലപ്പുറമൊന്നുമില്ല. ഭാഗവത്തിനെ ആദരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതാണ് വിഷയം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ഒരു എന്താ പറയണം, ഒന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ആര് വരും? അപ്പം അതാണ് വ്യത്യാസം. അത് ശൈലിയുടെ പ്രത്യേകതയാണ്. വേദം എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണ്, സത്യം പറയണം, ധർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ പുരാണത്തിലേക്ക് വരുമ്പോൾ ശൈലി മാറും. സത്യം പറയണമെന്നൊന്നും അങ്ങനെ പറയില്ല. പക്ഷെ ഹരിശ്ചന്ദ്രൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പറയാണ്ടത്തിന് നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറയേണ്ടതാണ്, പറയണം, സത്യം പറയണം. കളവ് പറയാൻ പാടില്ല. നമ്മൾ കുറച്ചൊക്കെ കളവ് പറയും, എന്നാലും എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്? സത്യം പറയുന്നവരെ ആദരിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? അയാൾ സത്യസന്ധനാണ്, സത്യം പറയും. വേറെ കാണുമ്പോൾ നമസ്കരിക്കും. നമ്മൾ കളവ് പറയണമെങ്കിലും സത്യം പറയുന്നവരോടൊരു ബഹുമാനം ഉണ്ടാവും. ഇന്നിപ്പോൾ അതുമില്ല. അതാ പ്രശ്നം. നമ്മൾ തെറ്റ് ചെയ്യുമെങ്കിലും ശരി എന്തെന്ന് അറിയരുത് പണ്ടൊക്കെ. ഇന്നിപ്പോൾ അതന്നെ അറിയില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയാതെ അങ്ങനെ ഒരു കാലമാണ്. അവിടെയാണ് ഈ വക ശാസ്ത്രങ്ങളുടെ പ്രസക്തി. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയായാലാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുക? ഒരു ധന്യമായ ജീവിതം വേണ്ടേ എന്നാണ് ചോദ്യം. വേണ്ടേ? ദിവ്യമായ ജീവിതമൊക്കെ അവിടെ ഇരിക്കട്ടെ. ധന്യമായ ഒരു ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എണീറ്റാൽ രാത്രി ഉറങ്ങുന്നത് വരെ സമാധാനമായിട്ടിരിക്കണ്ടേ? ഇതിപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്. അതിനടുക്ക് കംഫർട്ടബിളി മിസറബിൾ എല്ലാ സൗകര്യവും ഉണ്ട്. നടുക്ക് ഇങ്ങനെ AC നടുക്ക് ഉഷ്ടിച്ച് കഴിയണം. ഒന്ന് പട്ടണത്തിൽ പോയി എല്ലാവരുടെയും മുഖത്തൊന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. എനിക്കിവിടെ ഇരുന്നാൽ മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും ഉള്ളിൽ എന്താണ്. കുറച്ചു കാലത്തെ അഭ്യാസം കൊണ്ടേ നമുക്ക് കുപ്പിയിലിട്ട ജിലേബി പോലെ മനസ്സിലാവും ഉള്ളിൽ എന്താണ്, എന്തെല്ലാം ടെൻഷനുണ്ട്, എത്ര BP, ഇപ്പം എത്ര നോക്കി മനസ്സിലാവും. കറണ്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും പലരും പോയാൽ ഒരു വന്നാൽ പോവുകയും ചെയ്യും. ഇത് കണ്ട് നോക്കി നിൽക്കണ്ട, പോവും. പോകാണ്ടിരിക്കില്ല. അതിൻ്റെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഓരോരുത്തരെയും ചിന്താഗതി മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആവശ്യമില്ലാണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഫീഡ്ബാക്ക് പോലെ വലിയ പറയുള്ളൂ. അത് വെച്ച് ശബ്ദം കൂട്ടൊന്നും വേണ്ട. അങ്ങനെ പോകും. ഇതൊന്നും കിട്ടണം, അത്രയും ഇത് പോയി തോന്നുന്നത്. രാമായണ കഥ ധർമ്മം ചര എന്നുള്ള വിഷയം കഥാരൂപത്തിൽ അവതരിപ്പിച്ചത്. രാമൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രാമനെ പോലെ ആവണം തോന്നിയാൽ മതി. അത് വ്യക്തമായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റും. രാമനെ പോലെ പ്രവർത്തിക്കണം, രാവണനെ പോലെ പാടില്ല. എന്നാൽ ധർമ്മം ചരാമെന്നും അങ്ങനെ എടുത്തു പറയണമെന്നില്ല. പക്ഷെ കേൾക്കുന്ന സമയത്ത് രാമനെ പോലെ ആവണം എന്നൊരു കുട്ടിക്ക് തോന്നിച്ചാൽ ധർമ്മം ചരാന്നുള്ള വേദം, ആ ഉപദേശം തന്നെയാണ് രാമായണത്തിലൂടെ. ഇപ്പം ഇതിഹാസത്തിലും പുരാണത്തിലേക്കും വരുമ്പോൾ അതിൻ്റെ ശൈലിക്ക് മാറ്റം വന്നു. ഒന്നും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, മാവ് നമുക്കിപ്പം മാവിൻ്റെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ പ്രത്യേകത നമുക്ക് അതിൻ്റെ കൊമ്പ് കടിച്ചാൽ മനസ്സിലാവും. എല്ലാം ചവച്ചാൽ മനസ്സിലാവുമോ? നമുക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ? നമുക്കതിൻ്റെ മാങ്ങ കഴിക്കുമ്പോഴാണ് ഈ മാവ് തിരക്കടില്ല എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇല കഴിച്ച് മനസ്സിലാവോ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടേ. ഇല്ല പറയരുത്. നമുക്ക് ആ കഴിവില്ല എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ പ്ലാവിൻ്റെ ഇല കഴിച്ചിട്ട് പ്ലാവ് എങ്ങനെ പറയാൻ പറ്റുമോ? പ്ലാവിനെ കഴിച്ചിട്ട് നല്ല പ്ലാവാണ് പറയാൻ പറ്റില്ല. പക്ഷെ ആടിന് പറയാൻ പറ്റും. നമുക്ക് ചക്ക കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ പറ്റില്ല പറയണ്ട. അങ്ങനെ വേദം പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് പ്രാപ്തിയില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ഫലം തന്നെ വേണം, പഴം തന്നെ വേണം. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അതെന്താണ്? നിഗമകൽപതരോഹോ ഗളിതം ഫലം. നിഗമമാകുന്ന വൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ പഴമാണ് ഭാഗവതം. കരിമ്പന്നിയാണ് കരിമ്പ് ജ്യൂസ്, അല്ലെങ്കിൽ കരിമ്പന്നിയാണ് പഞ്ചസാര എന്ന് കരുതിയിട്ട് ചായയിൽ ഒരു കഷ്ണം കരിമ്പിട്ടാൽ മതിയോ? അത് മതിയോ? അപ്പോൾ വരാം. കരിമ്പന്നിയാണ് പഞ്ചസാര പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കത് ചായയിൽ ചേർത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ വേദം തന്നെയാണ് ഭാഗവതം, സംശയമൊന്നുമില്ല. പക്ഷേ വേദം കരിമ്പാണെങ്കിൽ ഭാഗവതം
കരിമ്പ് ജ്യൂസാണ്. അത്രയും വ്യത്യാസമുണ്ട്. കരിമ്പാണെങ്കിൽ പേരക്കുട്ടികൾക്ക് കഴിക്കാം, ജ്യൂസാണെങ്കിൽ മുത്തശ്ശിക്ക് കഴിക്കാം. മനസ്സിലായില്ലേ? അധികം ഭാഗം കേൾക്കാൻ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആയതുകൊണ്ട് ജ്യൂസാണ് ഇവിടെ കൂടുതൽ ചിലവാകുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേദം മോശമൊന്നും പറയരുത്, വേദം തന്നെയാണ് ഭാഗവതം. പക്ഷേ അതിൻ്റെ ശൈലി മാറും. ഗൗരവം ഒന്ന് കുറച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമായിട്ട് അടുത്തിരുന്ന് പറയുക. ആ ശൈലി എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തോന്നില്ല, ഇഷ്ടപ്പെടും. അപ്പൊ എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സപ്താഹം 7 ദിവസം എന്നർത്ഥം. സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം എന്നർത്ഥമുള്ളൂ. ഭാഗവത സപ്താഹം എന്ന് പറയുമ്പോൾ ഭാഗവതാണ് അവിടെ 7 ദിവസം പറയുക, വേറൊന്നും പറയുകയും ചെയ്യരുത്. ഭാഗവതം മാത്രമേ പറയാവൂ. ഞാനായാലും നിങ്ങളായാലും. ഇനി 7 ദിവസത്തേക്ക് എന്ത് ചെയ്യരുത്? ഒരു നല്ലതും വേണ്ട, ചിത്തതും വേണ്ട. അന്യസ്യ ദോഷ ഗുണചിന്തനമാശുഹിത്വ. മറ്റുള്ളവൻ്റെ ദോഷവും പറയേണ്ട, ഗുണവും പറയേണ്ട. അത്ര എന്താണ്? എന്താ ഗുണം പറയേണ്ട പറഞ്ഞത്? ഗുണം പറഞ്ഞു തുടങ്ങി എന്തെത്തും? അവിടെ എത്തും. നമുക്കറിയാം. പറഞ്ഞു തുടങ്ങിയാൽ ഗുണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അവസാനം ഇവിടെ എത്തിക്കും. ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടെന്ന് പറയാൻ മറ്റത് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടും വേണ്ട, നല്ലതും വേണ്ട, മോശവും വേണ്ട. ഭാഗവതം കേൾക്കുക. കണ്ണാടി പോലെ ഭാഗവതം എന്നാ പറയും. അത് നമ്മുടെ മുന്നിൽ വെച്ച കണ്ണാടി. അത് വേറുള്ളവർ തിരുത്താനല്ല, നമ്മൾ തിരുത്താനാണ്. ഞാനിപ്പോൾ 7 ദിവസം കൂടെ പറയുന്നത് നിങ്ങൾ തിരുത്താനല്ല, എന്നെ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു 7 ദിവസത്തേക്ക് ഒരു അവസരം കിട്ടിയെന്ന് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതല്ലാതെ ഇവിടെ വന്നു എല്ലാവരും നേരെയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാൽ അല്ല. അതുപോലെ നിങ്ങളും എന്ത് വിചാരിക്കുക? 7 ദിവസം നമ്മളെ തന്നെയാണ് ഇങ്ങനെ ഓരോ കഥാപാത്രത്തിലൂടെ കാണുന്നത്. മാഹാത്മ്യം മുതലേ തുടങ്ങുകയും നമ്മൾ തന്നെയാണ് ഈ കാണുന്ന ശൗനകാദികൾ നമ്മളാണ്. ദ്വന്ദ്വകാരി ചിലപ്പോൾ നമ്മളായിരിക്കാം, അറിയില്ല. ചിലപ്പോൾ ആത്മദേവനായിരിക്കാം. അങ്ങനെയൊക്കെ പല കഥകൾ ഇങ്ങനെ പറയുകയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രശ്നം പറഞ്ഞ് നമുക്ക് ഇഷ്ടം അവർ എണീറ്റ് പോകും. എന്നെ പറ്റി പറഞ്ഞ് തിരുമേനിക്ക് പറയും. അത് പറയാണ്ട് എന്ത് ചെയ്യുന്നു? ഓരോരോ കഥ. പണ്ട് മുത്തശ്ശിമാർ പറയില്ലേ, ഞാനൊരു കുറുക്കൻ്റെ കഥ പറയാം. കുട്ടി വാശി പിടിക്കുമ്പോഴേ മുത്തശ്ശേരി കുറുക്കൻ്റെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ കുട്ടി എടുത്ത് പോയിരിക്കും. കുറുക്കൻ്റെ കഥ എങ്ങനെ പറഞ്ഞ പകുതിയാകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും കുറുക്കൻ താനാ. അതേപോലെ തൽക്കാലം ഭാഗവതം പറയാം എന്ന് പറയും. അങ്ങനെ ഭാഗവതം ഒരു 7 ദിവസത്തിൻ്റെ ഒരു 3 ദിവസം ആകുമ്പോൾ നമുക്ക് പിടികിട്ടും ഇതാരെ പറ്റിയാണ് പറയണത്. നമ്മുടെ പ്രശ്നമാണ്. എനിക്കുണ്ടായിരുന്ന സംശയമാണ് ഇപ്പോൾ അവിടെ അങ്ങനെ തീർക്കുന്നത്. പരീക്ഷത്ത് ചോദിക്കുന്നത് ഇപ്പം എനിക്കുള്ള സംശയമാണ്. എനിക്കും ഇങ്ങനെ കുറേ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഓരോരോ ചോദ്യം ചോദിച്ചു ഉത്തരം കിട്ടി. അപ്പം നമ്മുടെ സംശയങ്ങളൊക്കെ തീരും. ഏതെങ്കിലും ഒരു ശാസ്ത്രം മുഴുവനായിട്ട് പഠിച്ചാൽ മതി, ഒരു സംശയം ഉണ്ടാവില്ല. ഉറപ്പ് തരാം. 7 ദിവസം പടം ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തുണ്ടാവില്ല? കേസിരുന്ന് കേൾക്കണേ. കാരണം അവിടെ പോയിരുന്ന് കേട്ടിട്ട് സംശയം ഒന്നും ചോദിക്കരുത്. സംശയം 7 ദിവസം ഇരുന്ന് കേട്ടാൽ ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് കേൾക്കണം. ഇത് നമ്മൾ കുറച്ച് രാമായണം, കുറച്ച് ഭാഗവതം, കുറച്ച് ദേവി ഭാഗവതം, കുറച്ച് ഗീത എല്ലാം കൂടി കേട്ട് ആകെ ഇങ്ങനെ അവിയിൽ പരമായി എന്താ ശരി എന്താ തെറ്റെന്ന് അറിയാതെ ഓരോരോ പ്രശ്നവും. പിന്നെ യൂട്യൂബും കുറേ ഉണ്ടല്ലോ. ഓരോ ആചാര്യന്മാരെ മാറി മാറി ഇങ്ങനെ കേട്ട് ആ ആചാര്യം പറഞ്ഞതല്ല മറ്റേ ആചാര്യം പറയാം. അവസാനം കേൾക്കുന്നവർക്ക് പ്രശ്നം. അതുകൊണ്ട് ആ പ്രശ്നമൊക്കെ തീരും. 7 ദിവസം ഇരുന്ന ഒരു ശാസ്ത്രം കേട്ടാൽ അതിൽ ഭാഗവതമില്ല, ഗീതയോ ഏതാച്ചാൽ ആധ്യാത്മികമായ ഒരു ഗ്രന്ഥം പൂർണ്ണമായിട്ട് ഇരുന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കണം. അത് അവനവന് വേണ്ടി. ആർക്ക് വേണ്ടി? ഭാഗവതം കേൾക്കുന്നത് ആർക്ക് വേണ്ടിയാ? മറ്റുകാർക്കോ? അവനവന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി. എനിക്ക് വേണ്ടി കേൾക്കണം. ഞാനിത് കേട്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകുക വെച്ചാൽ നന്നായി ശാന്തമായി ഇങ്ങനെ ഇരിക്കാൻ സാധിക്കണം. പോണത് വരെ ഇത്രയേ വേണ്ടൂ. പോണത് വരെ സമാധാനമായിട്ടിരിക്കാൻ പറ്റണം. ഏത് സാഹചര്യത്തിൽ ഞാൻ സമാധാനമായിട്ടിരിക്കും? ഞാൻ ദുഃഖിക്കാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് ചോദ്യം. ഇതിനാണ് ഭാഗവതം കേൾക്കുന്നത്. ശരി, ആമുഖത്ര മതി. 7 മണി ഒരു 7:45 നിർത്തണ്ടേ? പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അതുകൊണ്ട് ഈ ഒരു 3/4 മണിക്കൂർ ഭാഗവതത്തിലെ മാഹാത്മ്യം ലേശം വായിച്ചു. കേട്ടില്ലേ? ആദ്യം കുറച്ച് വായിച്ചത്. കുറേ അധ്യായങ്ങളുണ്ട്. എല്ലാം ഒന്നും വായിക്കണ ഏർപ്പാട് പണ്ട് മുതൽ നമ്മുടെ ആചാര്യനും ഇല്ല. അത് വായിക്കണമെന്ന് 1.5 മണിക്കൂറാണ്. അത്രയും അധ്യായം വായിക്കണമെങ്കിൽ മാഹാത്മ്യം. അതുകൊണ്ട് പല ആചാര്യന്മാരും പല സമ്പ്രദായമായിരിക്കും. ചിലർ വായിക്കാറെന്നില്ല. അതിനുള്ള ആശയം എന്ന് പറയും. കാരണം ഇന്നത്തെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ തിരക്കായിരിക്കും. ഒന്നും പറഞ്ഞ സമയത്ത് നടക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായമാണ് മാഹാത്മ്യം. എപ്പോഴും എത്തുക എന്ന് പറയാൻ പറ്റില്ല.
ഇപ്പോൾ എത്താൻ വൈകിന്ന് വരും, തിരുമണാഴ്ച പോകാൻ തയ്യാറായിട്ടാവും അങ്ങനെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ വല്ലാണ്ട് നീട്ടുന്ന വലിയൊരു ശ്ലോകം പറഞ്ഞ് അങ്ങനെ കിട്ടും. നമ്മുടെയൊക്കെ ഒരു രീതി എന്താ വെച്ചാൽ എപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. എന്താണ് അത്ര നമുക്കൊരു ഒരു പിടിവാശയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നാടകമൊന്നും പറ്റില്ലെന്നേ ഉള്ളൂ. അത് പറ്റില്ല, അത് പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എപ്പം നിർത്തണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എപ്പം നിർത്താൻ പറഞ്ഞാൽ നിർത്തും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്തില്ല, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിർത്താനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ. അതാണ് അതിലെ വിഷയം. ഇനി കുറച്ച് ആ ഭാഗവത മാഹാത്മ്യം, ആ കഥകളുടെ താല്പര്യം എന്ന് പറഞ്ഞു പോകാം. കഥ പറയുന്നത് നേരല്ല, കഥയൊക്കെ മനോഹരമാണ്, അത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. മനോഹരമായ പദങ്ങളാണ്, ആ പ്രയോഗമൊക്കെ വളരെ മനോഹരമായതാണ്. അത്രേ പറയുന്നു. മാഹാത്മ്യം ആരംഭിക്കുമ്പോൾ സച്ചിദാനന്ദരൂപായ ഒരു ശ്ലോകം കാണും. കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. വയം നുമഃ. അതിലൊക്കെ കേൾക്കുന്നവർക്ക് അത് തെറ്റിപ്പോയതാ കരുതി തിരുത്തുന്നവരൊക്കെ ഉണ്ട്. നുമഃ മാറ്റി നമഃ എന്നൊക്കെ ആക്കിയ അമ്മമാരൊക്കെ അവിടെ ഉണ്ടാവേണ്ടതാണ്. കുറച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമഃ എന്നാണ് ശരിയെന്ന് വിചാരിക്കും. കുറച്ചുകൂടി ഇങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നുമഹി ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലാവും. ഒക്കെ സംസ്കൃതം കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാവും. നൗതി എന്നതാണ് പദം, അതിൻ്റെയാണ് നുമഃ. വയം നുമഃ, നമ്മളെല്ലാവരും നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നുമഃ എന്ന് പറയും. ആരെ നമസ്കരിക്കുന്നത്? ശ്രീകൃഷ്ണായ, ശ്രീകൃഷ്ണനെ നമസ്കരിക്കുകയാണ്. ആരാ ശ്രീകൃഷ്ണൻ? സച്ചിദാനന്ദരൂപായ. അവിടെയാണ് കിടക്കുന്നത്. സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഭഗവാന്റെ സ്വരൂപം. ഇന്നിപ്പോൾ മാഹാത്മ്യം പറയുമ്പോൾ സഗുണനായ രൂപമാണ് ഭഗവാന്റെ. ശ്രീകൃഷ്ണനെ നമസ്കരിക്കുകയാണ്. ഇതേ ശ്ലോകമാണ് നാളെന്ത് പറയും? ജന്മാദ്യസ്യ ത്വന്വയാദിതരതഃ. എന്നിട്ട് അവിടെ പറയും സത്യം പരം ധീമഹി. ആ നിർഗുണ പരബ്രഹ്മത്തെ നമസ്കരിക്കുന്നു. ഇന്നിപ്പോൾ സഗുണമായിട്ട് പറയുകയാണ്. മാഹാത്മ്യല്ലേ കരുതിയിട്ട് നമ്മൾ ലഡു പറയുമ്പോൾ ഒരു ഉരുട്ട ഷെയ്പ്പാകുമ്പോൾ സൗകര്യമില്ലേ? മാവാണെങ്കിലോ സ്വാദം തന്നെയാണ്. ബൂന്തി പറയും, കണ്ടിട്ടില്ലേ? ലഡുവിൻ്റെ കുട്ടികൾ മണിമണിയായിട്ട് രണ്ടും കഴിച്ചാൽ ഒരുപോലെ തന്നെ. പക്ഷെ കുട്ടികൾക്ക് എന്താ മതി? അവർക്ക് മണിമണി വേണ്ട, അവർക്ക് ലഡു തന്നെ വേണം. അതേപോലെ നമ്മൾ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പീലി വേണം, ചുരുണ്ട മുടി വേണം, ഗോപിക്കുറി വേണം, കൺമുഷിട്ട കണ്ണു വേണം. നമുക്ക് വിധംശം വിധം നിർമ്മലം എന്നൊക്കെ പറയുമ്പോൾ ഒരു നെറ്റിൽ വയ്ക്കല വേണ്ടേ? മനസ്സിലാവും? കുറ്റല്ലത്. വിധംശം വിധം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം എന്ന് പറയും. എന്തായി പറഞ്ഞത്? നേരെ മറിച്ച് ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ച മാലാം. നല്ല മയിൽപ്പീലി ചൂടി, കൊന്നപ്പൂ ചെവിയിൽ വെച്ച്, നല്ല കൺമഷിയൊക്കെ ഇട്ട് എഴുതിയ നീണ്ട കാരുണ്യം വഴിയൊഴുന്ന കണ്ണുകളും, ഗോപിക്കുറി ചാർത്തി, പുഞ്ചിരി തൂകി, തൻ്റെ കഴുത്തിലുള്ള ആ കൗസ്തുഭരത്നം, തൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി അവർ സന്തോഷിക്കട്ടെ കരുതി അരയിൽ തിരികിയ ആ മുളമ്പൻ്റെ അടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് വേണുഗാനം പൊഴിക്കുന്ന ആ ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി. മറ്റത് കിട്ടിയില്ല. കിട്ടാത്തത് നമ്മുടെ കുറ്റാട്ടോ. അതാ ശങ്കരാചാര്യരുടെ കുറ്റമല്ല. അത് രണ്ടും പറയുന്നുണ്ട്. ശങ്കരാചാര്യ രണ്ടും ഉണ്ട്. നിർഗുണ ബ്രഹ്മത്തെയും സഗുണത്തെയും ഒക്കെ ഭജിക്കും. അദ്ദേഹം അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം മുരുകനെ പറ്റിയും പാടും, കൃഷ്ണനെ പറ്റിയും പാടും, ശിവനെ പറ്റിയും ഒക്കെ ബ്രഹ്മമായിട്ട് തന്നെ കാണുന്നത്. നമ്മളങ്ങനെയല്ലേ? ദേവിയുടെ അമ്പലത്തിലെത്തിയാൽ അമ്മയെ ശരണം എന്ന് പറയും. അദ്ദേഹം തന്നെ ശിവന്റെ അമ്പലത്തിൽ പോയാൽ മഹാദേവ എന്ന് വിളിക്കും. മടിയൊന്നുമില്ല. കാരണം നമുക്കറിയുന്നത് ഇതൊക്കെ ഒന്ന് തന്നെ. പിന്നെ അവിടെ എത്തുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. ശബരിമലയിലെത്തി എന്താ പറയേണ്ടത്? സ്വാമിയെ ശരണമയ്യപ്പ. അതൊരു സംസ്കാരം, അതിൻ്റെ രീതി. അവിടെ എത്തുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അത്രയേ ഉള്ളൂ. ഇവിടെ എന്താണ് കൃഷ്ണൻ എന്നുള്ളത് പറഞ്ഞു. സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഭഗവാന്റെ സ്വരൂപം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സുഖമല്ലേ? നല്ല ഭാഷയെ പറഞ്ഞ ആനന്ദം. ഇതാണ് നമ്മൾ സുഖം ആഗ്രഹിക്കുന്നതൊന്നും കേട്ടോ. നമുക്കറിയാം. ഇവരില്ലാത്തതുകൊണ്ട് സുഖം എന്ന് പറയുകയാണ്. സുഖത്തിന് എപ്പോഴും ദുഃഖം ഉണ്ടാവും. ഇതാണ്. അങ്ങനെ സുഖം മാത്രമായിട്ട് കിട്ടില്ല. കൂടെ എന്ത് വരും? ദോശ ചോദിച്ച വട വരില്ലേ? പിന്നെ നമ്മളത് വേണ്ട പറയണം പ്രത്യേകിച്ച്. അപ്പോൾ അതേപോലെ നമ്മൾ സുഖം ചോദിക്കുമ്പോൾ എന്തും വരും? കൂടെ അങ്ങനെ ദുഃഖവും ഇങ്ങോട്ട് വരും. പിന്നെ നമ്മളത് വേണ്ടാന്ന് പ്രത്യേകം പറയണം.
സുഖത്തിന്റെ മറുപൂറാണ് ദുഃഖം. സുഖവും ദുഃഖവും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സുഖമാണോ ദുഃഖമാണോ പറയും, നിരീക്ഷിക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ സുഖമാണോ ദുഃഖമാണ് പറയും പോലെ ഇപ്പൊ സുഖമാണോ ദുഃഖമാണ് കിട്ടുന്നില്ലല്ലോ. അതാണ് ഇതിലെന്താ വെച്ചാൽ ആപേക്ഷിക്കാണ്. സുഖവും ദുഃഖം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് സുഖമാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ദുഃഖം വന്ന് പോകണം, എന്നാലേ അറിയുള്ളൂ. മനസ്സിലായോ? അതല്ലാണ്ട് അറിയില്ല. ഇപ്പം സുഖമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇതിലും വലിയൊരു പ്രശ്നം വന്നതില്ലേണ്ടേ എന്ത് പറയും? ഒരു സുഖം ഇപ്പൊ സുഖമില്ലേ? ആ പ്രശ്നം വരുന്നതിന്റെ മുന്നിൽ ഇപ്പോൾ നമ്മളിരിക്കണത് ഇല്ലേ? മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ, പലതിക്കൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഓരോ വാർഡ് പോയിട്ടൊക്കെ കണ്ടുവന്ന് വൈകുന്നേരം വീട്ടിലെത്തി എന്ത് പറയും? നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭാഗ്യവാന്മാരാണ്. നമുക്കത് കാണുമ്പോഴേ അറിയുള്ളൂ. നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോൾ, നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ സുഖാന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സുഖവും ദുഃഖമൊക്കെ ഒക്കെ പ്രശ്നം തന്നെയാണ്. വേണ്ടത് ആനന്ദമാണ്. എന്താണ് ആനന്ദം? സുഖവും ഇല്ല ദുഃഖവും ഇല്ല, ആനന്ദം. അതാണ് വേണ്ടത്. അതിരിക്കുന്നത് എവിടെയാണ്? അതിരിക്കുന്നതാണ് ഭഗവാനിലാണെന്ന് കാണിക്കാനാണ് ഇവിടെ സച്ചിദാനന്ദരൂപായ. നമ്മളിലൊക്കെ എപ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ ആനന്ദം. നമ്മളൊക്കെ എപ്പോഴും സുഖമായിട്ടിരിക്കാറുണ്ടോ? ഉണ്ടോ? അത് മാറിക്കൊണ്ടിരിക്കില്ല. നവരസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടുപോയപ്പോഴേക്കും ഈ പ്രഭാഷണം അങ്ങനെ കേൾക്കുമ്പോൾ രസമുണ്ട്. ഇത് 7:45 നിർത്തിയില്ലെങ്കിൽ ഭാവം മാറും, ഒക്കെ മാറും. ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഭഗവാൻ അങ്ങനെ മാറ്റല്ല. സച്ചിദാനന്ദരൂപായ, എപ്പോഴും ആനന്ദമായിട്ടിരിക്കാൻ പറ്റും. അത് വല്ലാത്തൊരു കഴിവല്ലേ? നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പ്രശ്നം വന്നാലും സമാധാനമായിട്ടിരിക്കാൻ പറ്റും. മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും അവർ തറന്തല് പറയുമ്പോഴും അവർ നോക്കാതിരിക്കുമ്പോഴും നോക്കുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിനനുസരിച്ച് പറയുകയാണേ. അത്രയേ ഉള്ളൂ. പ്രായമുള്ളവരിക്കുന്നുണ്ട് ഇങ്ങനെ പറയണം. ചെറുപ്പക്കാരായിരിക്കുന്ന വെച്ചാൽ വേറെ തരത്തിലും പറയാം അല്ലേ? എന്തൊക്കെ വന്നാലും അത് തന്നെ ബാധിക്കാണ്ട് നോക്കുക. രോഗങ്ങളൊക്കെ വരും. ഈ പ്രായമായ രോഗങ്ങൾ പലതും വരും. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. 2 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും മുടിയൊക്കെ നരയ്ക്കും, കുറച്ചൊരു വിഷമമൊക്കെ തോന്നും അല്ലേ? മുടി പൊഴിയും, മുഖം ചുളിയും, അസുഖങ്ങളൊക്കെ വരും. പ്രായമാവുന്നൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ നോക്കണ്ടാവും. പ്രായമാവുന്നൊന്നുമില്ല, ഇല്ല പറയാം, അല്ലാണ്ട് വരും. പക്ഷെ അതൊക്കെ വന്നോട്ടെ, പോയിക്കോട്ടെ, കുഴപ്പമില്ല, അതെന്നെ ബാധിക്കില്ല, ഞാൻ ദുഃഖിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാ വേണ്ടത്. അതാണ് ഇവിടെ സച്ചിദാനന്ദരൂപായ. അതിനെന്താ വഴി? അതിന് ഈ ഭഗവാനെ ആശ്രയിക്കലല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം എപ്പോഴും ആനന്ദമായിട്ടിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. കാശില്ലെങ്കിൽ കാശുള്ളവരെ ആശ്രയിക്കേണ്ടത്, കാശില്ലാത്തവരെയല്ല. അങ്ങനെയാണെങ്കിൽ ആനന്ദമായിട്ടിരിക്കണമെങ്കിൽ ആരാ ആശ്രയിക്കണം? നമ്മളിപ്പോൾ ആശ്രയിക്കണം നമ്മളെക്കാൾ ദുഃഖമുള്ളവരെയാണ്. അവരവരെ കയ്യിലുള്ള ദുഃഖം കൂടി തരും. ദുഃഖം പ്ലസ് ദുഃഖം വലിയ ദുഃഖം. അതുകൊണ്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഭഗവാനെ ആശ്രയിക്കുക എന്ന് കാണിക്കാനാണ് ഇവിടെ ഭഗവാന്റെ സ്വരൂപം. സത്ത് ചിത്ത് ആനന്ദം, അത് ബ്രഹ്മത്തിന്റെ ലക്ഷണം. സച്ചിദാനന്ദം ബ്രഹ്മ, സത്ത് ചിത്ത് ആനന്ദം. അസ്ഥി ഭാതി പ്രിയം എന്ന് പറയും. അസ്ഥി പറഞ്ഞാൽ ഉണ്ട്, ഉണ്മ, ഒരിക്കലും നാശമില്ല, ഒരിക്കലും ഇല്ലാണ്ടാവില്ല. ആര് ഇല്ലാണ്ടാവും? ഭഗവാൻ. നമ്മളൊക്കെ ഇല്ലാണ്ടാവും അല്ലേ? ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കലും ഓഫാവാത്ത ഒരാൾ അത് ഭഗവാൻ മാത്രമാണ്. അതൊരിക്കലും ഇല്ലാണ്ടാവില്ല. കാരണം ഉണ്ടായതല്ല, അതിലാണ് എല്ലാം ഉണ്ടായി നിന്ന് ഇല്ലാണ്ടാവുന്നത്. അതാണ് അസ്ഥി ഭാതി പ്രിയം. പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? അവനവനോട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോട്. കാരണം നിങ്ങളോടാകും. എനിക്ക് എന്നോടാ ഇഷ്ടം. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ശരീരമാണോ? അല്ല. മനസ്സാണോ? അല്ല. അത് അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാവും എനിക്ക് ചൈതന്യത്തോടാണോ പ്രിയം, എൻ്റെ ശരീരത്തിനോടല്ല. ശരീരത്തിലൊരു രോഗം വന്നു, അത് ഒരു കൈ മുറിച്ചാലേ സമാധാനമാവുള്ളൂ ഞാൻ തയ്യാറാവില്ലേ? ഇല്ലേ? കാലാകെ പഴുത്തു, അത് മുറിച്ച് കളഞ്ഞാലേ രോഗം മാറുള്ളൂ, അല്ലെങ്കിൽ മുകളിലേക്ക് പടരുട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയും. വേറെ വഴിയൊന്നുമില്ലേ? ഇല്ല, എന്നാ പോട്ടെ, ഞാൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, മതി. തയ്യാറാവില്ലേ? അതാ ചോദ്യം. അപ്പൊ ആരോടാ പ്രിയം? ദേഹത്തോടല്ല. ദേഹത്തോടാണെങ്കിൽ എന്ത് വേണം? അതോടെ നിൽക്കണം എന്ന് പറയും, അത് കളയണ്ടെന്ന് പറയും. ഒരു മരുന്ന് കഴിച്ചാൽ കാഴ്ച നഷ്ടപ്പെടും, പക്ഷെ ജീവൻ ഉണ്ടാവും. അപ്പൊ നമ്മളെന്ത് പറയും? വേറെ വഴിയൊന്നുമില്ലേ? ഇല്ല, എന്നാ പിന്നെ ഞാൻ ഉണ്ടാവുമല്ലോ അല്ലേ?
ശരിക്കും പറഞ്ഞാൽ ദേഹം ഉപേക്ഷിക്കുന്നത് പോലും തനിക്ക് സമാധാനമായിട്ടിരിക്കാനല്ലേ. ആത്മഹത്യ നമ്മൾ പറയും, അല്ല, ശരീരഹത്യ. ശരീരം എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുക, അതങ്ങോട്ട് ഒഴിവാക്കിയാൽ നമ്മുടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ആൾമാറാട്ടണത്, ആൾക്കാര് ചോദിക്കില്ലല്ലോ, അല്ലേ? സച്ചിദാനന്ദരൂപായ, സത്ത് ചിത്ത് ആനന്ദം. ചിത്ത് പറഞ്ഞ ചൈതന്യം ആണ്, പ്രകാശം, ഭാതി, പ്രകാശിക്കുക. ആനന്ദം അതാണ് പ്രിയം. നാമം രൂപം, ഇതാണ് നമ്മൾ കാണുന്നത്. അജ്ഞാനികളെ സംബന്ധിച്ച് അതേ കാണുള്ളൂ. പേര് രൂപം, പേര് രൂപം. ഇപ്പം ഇവിടെ ഓട് നമ്മൾ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അതുവരെ നമ്മൾ വിളക്കേ കണ്ടിട്ടുള്ളൂ. വിളക്ക് എന്നുള്ളത് പേരാണ്, ആ ഷേപ്പ് രൂപവും മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷേ അതിന് വാസ്തവം ഓടാണ്. ഓടങ്ങോട്ട് മാറ്റി എന്തില്ല, വിളക്കില്ല. പക്ഷെ നമ്മളത് കാണുന്നില്ല. ഇവിടെ ഈശ്വരനെ കണ്ട് മാറ്റിയ നമ്മളാരും ഇല്ല. പക്ഷെ നമ്മളിപ്പം ഈശ്വരനെ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓരോ കസവിൻ്റെ വേഷ്ടി അതൊക്കെ നോക്കി കര നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ രൂപം കണ്ട് നിൽക്കുകയാണ്. അതിനങ്ങനെ പുഴുത്തു പോകാണ്ട് നോക്കുന്നൊരു വസ്തു ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല, വിചാരം ചെയ്യുന്നില്ല. ആ വിചാരം ചെയ്യിക്കലാണെന്ത് ഭാഗവത്തിന്റെ ലക്ഷ്യം. ഇതാണ് സത്യം പരം ധീമഹി. ഇനി മുതൽ പരമമായ സത്യത്തെ മാത്രമേ ഞാൻ ധ്യാനിക്കുള്ളൂ. ഇത്രയും കാലം ഇപ്പം എന്താ ധ്യാനിച്ചത്? അസത്തായിട്ടുള്ള വിഷയങ്ങളെ ധ്യാനിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് അവസാനപ്പം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇല്ല എന്ന് ഉറപ്പിക്കലാണ്. അതന്നെയാണ് ഇവിടെ മനോഹരമായിട്ട് പറയുന്നു, ശ്രീകൃഷ്ണായ വയം നുമഃ. ആ ശ്രീകൃഷ്ണൻ എങ്ങനെയുള്ളതാണ്? സച്ചിദാനന്ദരൂപായ. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ വിശ്വോത്പത്തിയാദിഹേതവേ, ഉത്പത്തിക്കും അതിൻ്റെ പരിപാലനം, പിന്നെ നാശം. നാശം എന്ന് പറഞ്ഞാൽ കാണാതെയാവുക. തൽക്കാലം ഇങ്ങനെ കാണുക, അത് വികസിക്കുന്നതായിട്ട് തോന്നുക, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടിയാവുക. ഇതിനൊക്കെ കാരണമായിട്ടിരിക്കുന്ന ആളാണ് ഈ കൃഷ്ണൻ, ഭഗവാൻ. ആ ഭഗവാനെ ആശ്രയിച്ചാൽ എന്താ ലാഭം? താപത്രയ വിനാശായ. താപത്രയം പോവും. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടിയാവും. ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് പറയാനൊന്നുമില്ല. ഈ ശ്ലോകം വായിക്കുകൊണ്ട് മാഹാത്മ്യം. താപത്രയ വിനാശായ. ത്രയം എന്ന് പറഞ്ഞാൽ മൂന്നാണല്ലോ. ദുഃഖങ്ങൾ 3 തരത്തിലായിട്ടാണ് പറയുക. ഒന്ന് ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ദുഃഖമേ ഉള്ളൂ, മാനസികമായിട്ടുള്ള ദുഃഖമേ ഉള്ളൂ. ദുഃഖം എവിടെയുള്ളൂ? മാനസികമല്ലേ. ഇപ്പോൾ ശരീരത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാകുമ്പോഴേ ദുഃഖമുള്ളൂ, അല്ലേ? ശരീരത്തിന് ഇപ്പം പറയാം ഒരു രോഗമുണ്ട്, അതിപ്പം ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കെന്തില്ല ഇല്ലേ? പലർക്കും രോഗം ഉണ്ടായിട്ടും വിഷമമില്ലാത്തവരുണ്ടല്ലോ. എന്താ കാരണം? അവരറിഞ്ഞില്ലേ, മക്കളെ അറിഞ്ഞിട്ടുള്ളൂ, അച്ഛനോട് പറഞ്ഞില്ല, ഇത്രയായില്ലേ, ഞാൻ കണ്ടു പോയിക്കോട്ടെ, പറഞ്ഞ വിഷമാവണ്ട, അയാൾക്കൊരു കുഴപ്പമില്ല, മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ മാത്രമേ എന്തുള്ളൂ. അപ്പോൾ ദുഃഖം മാനസികം മാത്രമേ ഉള്ളൂ. അതിനും വേണ്ട, നമുക്ക് പറയുമ്പോൾ എന്ത് പറയാം? ശാരീരികമായിട്ടുള്ള പ്രശ്നം, മാനസികമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ പറയാം. ഭൗതികം, ആത്മീയം. ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭൗതിക ദുഃഖമായിട്ടാണ് പറയാം. ശരീരത്തിൽ ഒരു പ്രശ്നവും ഇല്ല, എന്നിട്ടും മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരില്ലേ? ഇല്ലേ? മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള അച്ഛനമ്മമാരെ കൊണ്ടുള്ള പ്രയാസം, വേണ്ടപ്പെട്ടവരിലുണ്ടാകുന്ന അവഗണന, വിഷമം, പ്രയാസം, ഇതൊക്കെ എന്താ മാനസികമായിട്ടാണ്. ഇതൊക്കെ ഒന്നും മാറണ്ടേ? ഈ ദുഃഖങ്ങളൊക്കെ തീരും ആരെ ആശ്രയിച്ചാൽ? ഭഗവാൻ. അപ്പം ചിലർ ചോദിക്കും, അപ്പോൾ തിരുമേനി, അപ്പം എൻ്റെ തെറ്റിപ്പോയ മകൻ തിരിച്ചു വരുന്ന? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല, ദുഃഖം തീരുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? അല്ല തിരുമേനി, അപ്പം കേട്ടാൽ മരുമകളുടെ സ്വഭാവം മാറും? എനിക്ക് തോന്നുന്നില്ല, ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് വിഷമല്ലാണ്ട് മാറും, പോരെ? അതുപോലെ, അത് ചോദ്യം, അത്രയേ ഉള്ളൂ. അത് നമ്മളെ ബാധിക്കുന്നില്ല. നമുക്കതൊക്കെ നിസ്സാരമായിട്ട് മാറി. ആ വക വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആര് കുറ്റം പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കത് കച്ചേരി പോലെ, നമ്മളങ്ങനെ പണ്ട് നമുക്ക് ദേഷ്യം വരികയുള്ളൂ, ഇപ്പോഴോ ഒന്നുകൂടി പറയും, നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ അത്രേ ചോദ്യമുള്ളൂ. നമ്മളുടെ BP കൂടാട്ടിരുന്നാൽ പോരെ? അത് പറ്റും, അത് സംശയമില്ല. അത് പറ്റുന്നവരുണ്ടാവുമല്ലോ ഇവിടെ തന്നെ. ഇപ്പോൾ ആദ്യമായിട്ട് സപ്താഹം കേൾക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത്. ആണോ? ആണോ അല്ലേ? ആദ്യം കേട്ടപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. 2-3 പ്രാവശ്യം കേട്ടപ്പോൾ ലേശപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പം മറ്റുള്ളൊരു കുറ്റം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളെ കുറേ കേട്ടാൽ പിന്നെ ഒന്നും ബാധിക്കാണ്ടാവും. അതാണ് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ആ ശ്രീകൃഷ്ണനെ നമുക്ക് നമസ്കരിക്കാം.
ഒട്ടുമിക്ക പുരാണങ്ങളും ആരംഭിക്കുന്നത് സൂതശൗനക സംവാദ രൂപത്തിലാണ്. ശൗനകാദ ഋഷീശ്വരന്മാർ യാഗം ചെയ്യും. അവരുടെ ലക്ഷ്യം സ്വർഗായ ലോകായ, സ്വർഗത്തിലുള്ളവർ പോലും മോഹിക്കുന്ന ലോകം. സ്വർഗത്തിലുള്ളവരെന്താ മോഹിക്കുക? നമ്മളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലുള്ളവരായിട്ടോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സമ്പത്ത്, ആരോഗ്യമായിട്ടിരിക്കുന്നവരാണ് സ്വർഗത്തിലുള്ളവർ എന്ന് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സമാധാനം. എന്താണ്? സ്വർഗത്തിലുള്ളവർക്കും സമാധാനമൊന്നുമില്ല. ഒക്കെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, പാരിജാത മരമുണ്ട്, ചോദിച്ചതൊക്കെ കിട്ടും. നമുക്കില്ലേ, കയ്യിൽ കാശുണ്ട്, ചോദിച്ചതൊക്കെ കിട്ടും. സ്നേഹം പ്രയാസമുണ്ട്, അതങ്ങനെ കിട്ടുന്നില്ല, കാശെടുത്താൽ കിട്ടുന്നില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ കിട്ടും. ഇതന്നെയാണ് ദേവന്മാർ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ആ സ്വർഗത്തിലുള്ളവർ പോലും മോഹിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ശാന്തി. എന്താണ്? ശാന്തി, സമാധാനം. അത് ആഗ്രഹിച്ചും കൊണ്ട് ശൗനകാദ ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നു. ശൗനകൻ എന്ന് പറഞ്ഞ അർത്ഥം ശുനകന്റെ മകൻ. ശുനകൻ എന്ന് പറഞ്ഞാൽ നായാന്നർത്ഥം. അപ്പൊ നായയുടെ മകനാണ് ശൗനകൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ ശൗനകനാണ് ലീഡർ, കുലപതി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം പേരുണ്ട് ബ്രാഹ്മണര്. അതിന്റെ ലീഡർ ആരാണ്? ശൗനകൻ. അപ്പൊ ശൗനകാദയ എന്നാ പറയുക, ശൗനകൻ മുതലായവർ. ഈ ശൗനകൻ എന്ന് പറയുമ്പോൾ ശുനകൻ എന്ന് പറഞ്ഞാൽ നായ്ക്ക് ഈ പേര് വരാൻ എന്താ അർത്ഥം എന്നറിയോ? കം ശുനോതി ഇത് ശുനക. കം എന്ന് പറഞ്ഞാൽ മംഗളം, ശുനോതി പറഞ്ഞാൽ അന്വേഷിക്കുക. നല്ലത് അന്വേഷിക്കണോണ്ടാണ് നായ്ക്ക് ആ പേര് വന്നത്. എന്താണ് ആ പേര്? നമുക്ക് കൂട്ടട്ടെ മനസ്സിലായി. നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? നമ്മൾ ശുനകന്മാരാണ്. സംസ്കൃതം പറയുമ്പോൾ കുഴപ്പമില്ല, മലയാളത്തിൽ പറയുമ്പോഴേ പ്രശ്നങ്ങൾ. ശൗനകൻ എന്ന് വിളിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് മലയാളത്തിൽ വിളിക്കുമ്പം പ്രയാസമായി. മനസ്സിലായില്ലേ? അത് സംസ്കൃതത്തിന്റെ പ്രത്യേകത. അപ്പം ആ പദത്തിന്റെ അർത്ഥം നോക്കിയാൽ മംഗളം അന്വേഷിക്കുന്നവൻ, നന്മ അന്വേഷിക്കുന്നവൻ. നായ അന്വേഷിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ വാസഞ്ചു നോക്കില്ലേ? എന്താണ് നല്ലതെവിടെ നല്ലതെവിടെ നോക്കിക്കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? ഓരോ മാളിൽ മാറി മാറി പോവുക. എവിടെയാണ് നല്ലതല്ലെന്ന് നോക്കട്ടെ, ഓണായി എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിലും നല്ലതെവിടെ നോക്കട്ടെ, അല്ലേ? നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഏത് വിഷയത്തിൽ നമ്മൾ നല്ലതെവിടെ, എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യം അവിടെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പേര് നമുക്ക് ചേരില്ലേ? അപ്പൊ നമ്മളുടെ കഥയാണ് ഈ പറഞ്ഞത്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ 1000 വർഷമായിട്ട് അന്വേഷിക്കുന്നു. നമ്മളോ 1000 എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടിക്കോളും. കുറേ ആയി നമ്മളും. ഇപ്പൊ 1000 ആണോ 2000 ആണോ അത്രയും നമുക്കറിയാം. നമുക്ക് ഈ ജന്മത്തിലെ കണക്കല്ലേ കയ്യിലുള്ളൂ, അല്ലേ? അതിന് മുമ്പ് ഇപ്പൊ അത്ര ഉണ്ടായി, അന്ന് തന്നെയല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? അതെ, അന്വേഷിച്ച് ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജനിക്കില്ലായിരുന്നു. എന്താണ്? കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ആഗ്രഹം അവശേഷിച്ചതുകൊണ്ടാണ് ജനിച്ചത്. ഇപ്പോഴും ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ആഗ്രഹം വന്നാൽ ജന്മം കഴിഞ്ഞു, ഉത്തരം കൊണ്ട് ഇനി വേറെ ഒന്നും പഠിക്കണ്ട, എനിക്കൊരാഗ്രഹവും ഇല്ല, അത് പറയാറാകും ആത്മാർത്ഥമായിട്ട്. എനിക്കൊരാഗ്രഹവും ഇല്ല, ഒരു സപ്താഹം ഒന്ന് കേൾക്കണം, അതും പാടില്ല. എന്താണ്? അതും പാടില്ല. അത് നല്ല ആഗ്രഹമല്ലേ? അതൊന്നും ചോദ്യമല്ല. സപ്താഹമൊക്കെ കേൾക്കുന്നത് ഇനി ഭാവിയിൽ സപ്താഹം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കാനാണ്. മനസ്സിലായില്ലേ? ആ ഭാഗത്ത് ആവാൻ വേണ്ടി സപ്താഹം കേൾക്കുക. ഭാഗമൊക്കെ വായിക്കണം എന്തിനാ? നാളെ ഭാഗം വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാണ്ടിരിക്കാൻ. അതല്ലെങ്കിൽ അത് പ്രശ്നമാവും. രാവിലെ എണീറ്റേക്ക് കുളിക്കാൻ സാധിക്കുന്നില്ലല്ലോ. പല മുത്തശ്ശിമാരുടെയും പരാതിയാണ്. പണ്ട് സ്ഥിരമായിട്ട് കുളിച്ചു തോന്നിയിരുന്ന അതിന് ഇപ്പൊക്കെ കുളിക്കാൻ വൈകി. ഇത്രയും കാലം കുളിച്ചത് ഇപ്പം എന്തിനാ? അങ്ങനെ ചോദിച്ചു. ഇങ്ങനെ നോക്കിക്കാനായിരുന്നു. അങ്ങനെയാണ് വരുന്നത്. നാളെ എനിക്കൊന്നും സാധിച്ചില്ലെങ്കിൽ എനിക്ക് പ്രയാസമില്ല. ഇപ്പൊ ശൗനകാദ ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നു പറഞ്ഞ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാൻ പല പണികളും എടുക്കുന്നു എന്നർത്ഥം. ഓരോരുത്തർ ഓരോ പണി ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്നായിക്കോണമെന്നില്ല. ലക്ഷ്യം ഒന്നാണ്, സുഖം. പക്ഷെ അവർക്ക് സുഖം കിട്ടിയിട്ടില്ല, പൂർണ്ണമായൊരു സുഖം കിട്ടിയിട്ടില്ല. ഓരോ സമയം ഇന്നതാ സുഖം തോന്നും. അത് ഓരോ സമയത്തും പ്രലോഭനം ഓരോന്നായിരിക്കും. കുട്ടിക്കാലത്തുള്ള പ്രലോഭനമല്ല ഇപ്പം ഉണ്ടാകും. നമ്മൾ കുട്ടിക്കാലത്തുള്ള ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആഗ്രഹമില്ലേ? ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹമല്ല ഇപ്പോൾ. കുട്ടിക്കാലത്ത് എന്താ ആഗ്രഹം? ബിസ്ക്കറ്റ് വേണം. ഇപ്പോഴോ? ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് വേണം. അത്രയും വ്യത്യാസപ്പെട്ടതേയുള്ളൂ. അന്ന് ബലൂണ് വേണമെന്ന ആഗ്രഹം, ഇന്നിപ്പോൾ അങ്ങനെയല്ല. അല്ലേ? പല പല ഭാഗം വായിക്കണം എന്നായിരിക്കും, കേൾക്കണം എന്നായിരിക്കും. എന്താ നിശ്ചയം? ഓരോ ആഗ്രഹം ഉണ്ടാവാം. ആഗ്രഹം എപ്പോഴും ഉണ്ട്. അക്കാലത്തുള്ള പ്രലോഭനമല്ല ഇപ്പമേ ഉള്ളൂ. ഇങ്ങനെ അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കെ എന്തോ ഭാഗ്യം എന്ന് കൂട്ടുക, അവർക്ക് സത്സംഗം തരായി അവരുടെ ആ സദസ്സിലേക്ക് സൂത പൗരാണികൻ കയറി വരികയാണ് എന്ന് പറഞ്ഞ അർത്ഥം. പല ജോലിയുടെ പിന്നാലെ ഓടിയിരിക്കുന്ന ആ ജീവന് എന്തോ
പുണ്യപരിപാകം കൊണ്ട് സത്സംഗം തരായി, ഭാഗവതം കേൾക്കാനുള്ള ഒരു ഭാഗ്യം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ കഥയാണ്. ജോലിയുടെ പിന്നാലെ അങ്ങനെ ഓടുന്ന സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് സപ്താഹവേദിയിൽ ഒന്ന് കയറി വരാൻ തോന്നി. കുറച്ചു നേരം ഒന്ന് കേട്ടു, ആദ്യമായിട്ട് ചെവിക്ക് വീഴുക. അങ്ങനെ ഒരു ഭാഗ്യം ആക്കുണ്ടായി, ഈ ശൗനകാദികൾക്ക് ഉണ്ടായി. സൂത പൗരാണികനെ കണ്ടപ്പോൾ അവർക്കൊരു ആദരവ്, ബഹുമാനം തോന്നി. അടുത്ത് ചെന്നു തൊഴുതു നമസ്കരിച്ചു. അവന് വിനയം. തൊഴുതു നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ സൂത പൗരാണിക, അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേയസ് എന്താ? ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. എന്താണ് ലോകത്തിൽ ഏറ്റവും ശ്രേയസ്, ഏറ്റവും വലിയ ശ്രേയസ് എന്താ പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ ശ്രേയസ് ആരോഗ്യത്തോടു കൂടി ഇരിക്കലാണ് ഏറ്റവും. ഇതിൽ ഓരോരുത്തരോട് പറയാം, യോഗയൊക്കെ ചെയ്യുന്നതിനാ ആരോഗ്യമായിട്ടിരിക്കാനല്ലേ. നമ്മുടെ ഒരു കുഴപ്പം, നമ്മൾ ആരോഗ്യമായിട്ട് കാര്യമുണ്ടോ? ഭാര്യയ്ക്കും വയ്യ, മക്കൾക്കും വയ്യ, അവർ നോക്കാം, നമ്മൾ നോക്കാം അവരെ. അവരും കൂടി ഒന്ന് ആരോഗ്യമായിട്ടിരിക്കണ്ടേ? എന്താ അഭിപ്രായം? ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതാണ്. താൻ സുഖമായിട്ട് നിന്റെ കാര്യമില്ല, താൻ ജിമ്മിൽ പോയോണ്ട് കാര്യമില്ലല്ലോ. തൻ്റെ ആരോഗ്യം മാത്രമല്ല, മക്കൾ ആരോഗ്യമായിട്ടിരിക്കണ്ടേ, ഭാര്യ ആരോഗ്യമായിട്ടിരിക്കണ്ടേ, അച്ഛനമ്മ ആരോഗ്യമായിട്ടിരിക്കണ്ടേ, ഇല്ലെങ്കിൽ അവരെ നോക്കാൻ നമ്മൾ നിൽക്കണ്ടേ? ഏറ്റവും വലിയ ശ്രേയസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാശുണ്ടാക്കലാണോ, പണമാണോ, പ്രശസ്തിയാണോ, ആരോഗ്യമായിട്ടിരിക്കലാണോ? എന്നെന്താ ഉദ്ദേശിക്കണം? ഏറ്റവും വലിയ ശ്രേയസ് എന്താണ്? ശ്രേയസാം യത് ഭവേത് ശ്രേയഃ. കല്യാണം കഴിക്കലാണ്, കുട്ടി ഉണ്ടാവുക, ഒരു 125 വയസ്സ് വരെ അങ്ങനെ ഇരിക്കുക, അതാണോ? പേരക്കുട്ടിയെ കണ്ടിട്ട് കണ്ടടയ്ക്കുക, അതാണോ? എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? അതാണ് ഇവിടെ ചോദ്യം. പാവനാനാം ച പാവനം. ഏറ്റവും പാവനമായത് എന്താണ് എന്നൊരു ചോദ്യം അവർ ചോദിച്ചു. ഇതൊക്കെ നമ്മുടെ ചോദ്യം. ഈ ലോകത്തെ ഏറ്റവും വലുതായിട്ട് ഞങ്ങൾ കാണുന്നത് ഗുരുനാഥന്റെ കാരുണ്യമാണ്, അവരുടെ വിനയം കാണിക്കണം. ചിന്താമണിർലോകസുഖം സുരദ്രുഹോ സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചിന്താമണി എന്ന് പറഞ്ഞൊരു രത്നമുണ്ട്, സങ്കല്പം കേട്ടോ, രത്നം. ആ രത്നം ഏതെങ്കിലും ലോഹം തൊട്ടാൽ ലോഹത്തെ സ്വർണ്ണാക്കും. എന്താണ് ചിന്താമണി എന്നൊരു രത്നം? അത് ലോഹത്തെ തൊട്ടാൽ ലോഹം എന്തായി മാറും? സ്വർണ്ണമായിട്ട് മാറും. എന്തായി മാറും? സ്വർണ്ണമായിട്ട് മാറും. സ്വർണ്ണമായിട്ടല്ലേ മാറുള്ളൂ, ചിന്താമണിയും മാറില്ലല്ലോ. അതാണ് നോക്കേണ്ടത്. ചിന്താമണിയും മാറില്ലല്ലോ. ലോഹമാക്കി, ലോഹത്തെ സ്വർണ്ണാക്കി മാറ്റുള്ളൂ, ചിന്താമണി ആക്കില്ല. എന്നാൽ ഗുരുനാഥന്റെ മഹത്വം വെച്ചാൽ തന്നെ തൊട്ടാൽ തൊടുന്നവൻ ചിന്താമണിയാക്കി മാറ്റും. എന്താണ്? നല്ലൊരു ഗുരുനാഥൻ തന്നെ ആശ്രയിച്ച ശിഷ്യനെ താനാക്കി മാറ്റും. അപ്പൊ ഏതാ നല്ലത്? ഏതാ നല്ലത്? ചിന്താമണിയാണോ ഗുരുനാഥനാണോ? ചിന്താമണി ലോകസുഖം. ചിന്താമണി എന്ന രത്നം ലോകസുഖത്തെ തന്നേക്കാം, പണം തന്നേക്കാം, പ്രശസ്തി തന്നേക്കാം, പക്ഷെ സമാധാനം തരില്ല. സുരദ്രുഹു സ്വർഗസമ്പദം. സുരദ്രുഹു ദേവലോകത്തെ ധ്രുവം, പാരിജാതം. അത് സ്വർഗസമ്പദം, വലിയ സമ്പത്തൊക്കെ തന്നേക്കാം. പക്ഷേ ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന് നമ്മളോട് കാരുണ്യം തോന്നിയാൽ പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. യോഗിമാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ നമ്മുടെ ഉള്ളങ്കയിൽ തരും. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഗുരുനാഥ, അങ്ങനെ ഞങ്ങൾ നമസ്കരിക്കുന്നു, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശ്രേയസ്സിനെ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ സമയത്ത് സൂതൻ സന്തോഷിച്ചു. പ്രീതി ശൗനക, അല്ലയോ ശൗനക, വളരെ സന്തോഷമായി. ഞാനൊന്ന് വിചാരം ചെയ്ത് പറഞ്ഞു തരാം, കാരണം സമയം കുറച്ചല്ലേ ഉള്ളൂ. ഏറ്റവും വലിയ ശ്രേയസ് എന്നുള്ള കാര്യം ഞാൻ പറയാം. പണ്ട് ഈ ഒരു കലികാലായതുകൊണ്ട് പറയട്ടോ, അല്ലെങ്കിൽ പല വിദ്യകളുമുണ്ട്. ഈ കലികാലായതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഏറ്റവും പ്രധാനം എന്ത് ചോദിച്ചാൽ, ഈ കലികാലത്ത് മനസ്സ് ശുദ്ധാക്കാൻ ഏറ്റവും നല്ലത് ഭാഗവത. എന്താ കാരണം? അത് 7 ദിവസം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നമുക്ക് സമയം ഇന്നിപ്പോൾ അത് പറ്റില്ല, ഒന്ന് 30 സെക്കൻഡോട് പറയണമെന്ന്. ഇതിപ്പോൾ കുറച്ച് മുമ്പല്ലേ, അതാണ് 7 ദിവസം. ഇതിപ്പോൾ ഏകശരിക്കാൻ സമയമുണ്ടോ? പലരും ചോദിക്കാൻ, ഈ സപ്താഹം 3 ദിവസമാക്കിക്കൂടെ? ഒരു വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച കണ്ട് നിർത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് സപ്താഹം എന്ന് പറയാൻ വയ്യല്ലോ. സപ്താഹം എന്ന് പറഞ്ഞാൽ 7 നടത്താം. അല്ല, അങ്ങനെയുള്ള വിദ്യകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നടത്താറുണ്ട്. കുറച്ചേ പറയുള്ളൂ. ചില ഭാഗം 2 സ്കന്ധം 1 സ്കന്ധമൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞ്
വായിച്ച് അർത്ഥം പറയാം. കാരണം ജനങ്ങൾക്ക് നേരം അപ്പം ആരുടെയും കുറ്റമൊന്നുമല്ല, ഓട്ടല്ലേ, പ്രയാസമാണ്, സമയമില്ലേ പണ്ടത്തെ പോലെ. അതുകൊണ്ട് പറയട്ടെ, ഈ ഒരു കാലത്ത് ഏറ്റവും നല്ലത് ഭാഗവതമാണ്. കാരണം ഏതസ്മാതപരം കിഞ്ചിത് മനഃശുദ്ധ്യൈന വിദ്യതേ, ഇതിനേക്കാൾ നല്ലൊരു സോപ്പ് മനസ്സുദ്ധാക്കാൻ ഈ കലികാലത്തില്ല. എന്നാലൊന്ന് പറയട്ടെ, ഇത് 7 ദിവസം ഇരുന്ന് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ജന്മാന്തരേ ഭവേ പുണ്യം. എന്ത് വേണം? അക്കൗണ്ടിൽ എന്തെങ്കിലും വേണം. എന്ത് വേണം? കാശ് വേണമെന്ന്. ഭവേ പുണ്യം. പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരു വിഘ്നമില്ലാണ്ട് 7 ദിവസം ഇരുന്നൊരു ജീവനെ കേൾക്കാൻ സാധിക്കുള്ളൂ. അതിലൊരു സംശയവുമില്ല. അത് ഈ ജന്മത്തിലെ പുണ്യം മതിയോ? പോരാ. ജന്മാന്തരേ ഭവേ പുണ്യം തഥാ ഭാഗവതം ലഭേത്. അത്ര കണ്ട് പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ ഒരു ജീവന് തോന്നുള്ളൂ. നിങ്ങൾക്കത് തോന്നിയല്ലോ, വളരെ നന്നായി. പണ്ട് പരീക്ഷത്തിൽ ഇങ്ങനെ തോന്നി ഭാഗവതം കേൾക്കാൻ. ശാപം കിട്ടിയോണ്ടാട്ടോ, അല്ലെങ്കിൽ കേൾക്കൊന്നുമില്ല. നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പറയാത്തോണ്ടാ, അല്ലെങ്കിൽ ഇരുന്നങ്ങനെ കേൾക്കൊന്നുമില്ല. പരീക്ഷത്തിന് ശാപം കിട്ടി 7-ാം ദിവസം ദക്ഷണം കടിച്ച് മരിക്കുന്നു. അദ്ദേഹം എല്ലാം വിട്ടു, ഗംഗാതീരത്ത് പോയിരുന്നു. കേമന എല്ലാം വിടാൻ തോന്നിയല്ലോ. നമുക്കങ്ങനെ ശാപം കിട്ടിയാൽ നമ്മൾ വിടുക. വെറുതെ ചിന്തിക്കും, 7-ാം ദിവസം നമ്മൾ മരിക്കുന്ന അങ്ങനെ ശാപം കിട്ടി വിചാരിക്കുക. അത് മരിക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒരു 100 കൊല്ലപ്പെട്ടുണ്ടാവും പറയും. വെറുതെ ചിന്തിക്കുക, നമുക്ക് അങ്ങനെ ഒരു ശാപം കിട്ടിയാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? നമ്മുടെ അടുത്ത് വന്ന ഒരാൾ പറയാണ്, അതെ 7-ാം ദിവസം നമ്മൾ അപ്പം മരിക്കും. 7 അറ്റാക്ക് വന്ന ആ സമയം തന്നെ കഴിയും ഇല്ലേ? എന്തായിരിക്കും നമ്മുടെ വിചാരം? ഒന്ന് ചിന്തിക്കുക. എന്തായിരിക്കും നാളെ മരിക്കും, അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് മരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞു വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കും? ഇടയ്ക്ക് അങ്ങനെ ചിന്തിക്കണം. എല്ലാ കാലം ഞാൻ ജീവിക്കുക 2082 എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. പരീക്ഷത്തിന് ശാപം കിട്ടി, അദ്ദേഹം മരിക്കാൻ പേടിയൊന്നുമില്ല. എന്ത് പേടി? അർജുനന്റെ വേറെ കുട്ടിക്ക് മരിക്കാൻ പേടി. അദ്ദേഹം ഒക്കെ വിട്ടു, ഗംഗാതീരത്ത് പോയിരുന്നു. സുന്ദരിയായിട്ടുള്ള ഭാര്യ ഒഴിവാക്കി, പറഞ്ഞാൽ കേൾക്കുന്ന മക്കൾ എന്നിട്ട് ഒഴിവാക്കി. നല്ല സ്വർണ്ണ കൊട്ടാരം ഒഴിവാക്കി, നല്ല AC കൂടി സ്വസ്ഥമായിട്ട് ഇരിക്കുക, വേറൊക്കൊന്നുമില്ല, ഒഴിവാക്കി. എന്നിട്ട് ആ ഗംഗാതീരത്ത് പോയിരിക്കുക. അതാണ് യോഗ്യത. അവിടെ പോയിരുന്നപ്പോൾ അവിടേക്ക് ശ്രീശുകർ എഴുന്നള്ളി ഭാഗവതമായിട്ട്. ഈ വാർത്ത ഇന്ദ്രൻ ന്യൂസ് നോക്കിയപ്പോൾ താഴത്തെ എഴുതി കാണിക്കുന്നുണ്ട്. ശ്രീശുകർ പുറപ്പെട്ടു അമൃതകുംഭവും ഭാഗവതവുമായി എന്നങ്ങനെ കേട്ടപ്പം ഭാഗവതം കേൾക്കുന്നത് കുറച്ചു കാലമായിട്ടൊരു മോഹാർക്കുണ്ട്, ഇന്ദ്രനുണ്ട്. സമാധാനം വേണ്ടെന്നാർക്കെങ്കിലും ഉണ്ടാകുമോ? സമാധാനമായിട്ടിരിക്കണമെന്ന് മോഹമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം അവസരമില്ല. ശ്രീശുകർ ഭാഗവതമായിട്ട് പുറപ്പെട്ടു എന്ന് കേട്ടപ്പം ഉടനെ തന്നെ അവിടുന്ന് അമൃതകുംഭവുമായിട്ട് ആര് പുറപ്പെട്ടു? ഇന്ദ്രനും പുറപ്പെട്ടു. ഇന്ദ്രൻ പടത്തിലെ ശ്രീശുകരോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ശാപം കിട്ടിയത് 7-ാം ദിവസം ദക്ഷണം കടിച്ച് മരിക്കുന്നല്ലേ, മരിക്കാണ്ടിരിക്കാൻ അമൃത് കുടിച്ചാൽ പോരെ, ഈ അമൃത അയാൾക്കിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞത് കുഴപ്പമില്ല. പക്ഷെ അതിന് പകരമായി ആ ഭാഗവതം തരൂ. എന്താ പറഞ്ഞത്? അമൃതന് സമാനോ ഭാഗവതം? അവിടെ നമുക്ക് വിഷമം, അതാണ് കുഴപ്പം. അമൃത് കൊടുത്തിട്ട് പകരം ഭാഗവതം വാങ്ങി. പിണ്ണാക്ക് കൊടുത്ത് പകരം അപ്പം വാങ്ങും. ആരും കൊടുക്കുമോ? നമ്മൾ കൊടുക്കുമോ? തിരുമേനിക്ക് ഒരു 300 ഉറുപ്പ്യ കണ്ടു തരാം, തിരുമേനി ഭാഗവതം തരും, ദിവസം കൊടുക്കും 300 ഉറുപ്പ്യ. നമ്മളങ്ങനെയൊന്നും ഭാഗവതം കൊടുക്കില്ല. 300 ഉറുപ്പ്യക്കേ ഉള്ളൂ, 3000-ത്തിനേ ഉള്ളൂ, 3 ലക്ഷത്തിനേ ഉള്ളൂ, 3 കോടിക്ക്. ആണ് വ്യത്യാസം. അമൃത് എന്ന് പറഞ്ഞാൽ എത്ര തുച്ഛം. അമൃത് എന്ന് പറഞ്ഞാൽ മരിക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, സമാധാനമായിട്ടിരിക്കുന്നില്ല. ഉണ്ടോ? നമുക്ക് മരിക്കാണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ആണോ? മരിക്കാണ്ട് എങ്ങനെ ഇരിക്കുക? വെന്റിലേറ്ററിലാണ് 19-ാം വയസ്സിൽ കിടന്നതാണ്. ഇപ്പൊ 120 വയസ്സായി, ഇപ്പോഴും മരിച്ചില്ല. നമ്മളെന്താ പറയാ? ഭാഗ്യവാൻ എന്ന് പറയോ? ദീർഘായുസ് എന്ന് പറയോ? എന്തിനെങ്ങനെ ഇരിക്കണമെന്നല്ലേ പറയാ? അതാണ് അമൃതം കുടിച്ചാലുള്ള കുഴപ്പം. എന്നാൽ ഭാഗവതം കുടിച്ചാൽ ഇരിക്കുമ്പോൾ അങ്ങനെ നീ വെന്റിലേറ്ററിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാം? ഏതാ വേണ്ടോ തീരുമാനിക്കും. ആരെങ്കിലും കുപ്പിച്ചില് അതും രത്നവും ഒരുപോലെ കണക്കാക്കും. മണിർ മഹാൻ, കുപ്പിച്ചില്ല എവിടെ, രത്നം ഇവിടെ. അതുകൊണ്ട് ഞാൻ തരില്ല.
ക്വ സുധാ ക്വ കഥാലോകെ, നിന്റെ കയ്യിലുള്ള സുധ എവിടെ, എൻ്റെ കയ്യിലുള്ള കഥ എവിടെ? ഇന്ദ്ര, ഇത് രണ്ടൊരു നാവുകൊണ്ട് പറയാൻ പാടില്ല. ഭാഗവത്തിന് ഒക്കുവാകുന്നത് തനിക്ക് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സംശയം തോന്നിട്ടോ, ഈ ശ്രീശുവരൻ നിന്നിൽ കണ്ണച്ചു പറയാത്ത ആളാണല്ലോ, ഫീസ് പോരായിട്ടാണ് തോന്നുന്നു അല്ലേ? ആ മൃദു കൊടുത്തിട്ട് പോലെ പോരത്ര, ദക്ഷിണ പോരാന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, അങ്ങനെ കണക്കാക്കരുത്. എന്തുകൊണ്ട് കൊടുത്തില്ല? അവിടെ എടുത്തു പറഞ്ഞു, അഭക്താംസ്താംശ്ചവിജ്ഞായ നദദൗ സകഥാമൃതം. ഇന്ദ്രനെ നല്ലോണം കണ്ട് നോക്കി അടികൂടി. ആര്? ശ്രീശുവരൻ സ്കാൻ ചെയ്തു. ആരെ? ഇന്ദ്രനെ. ഭക്തി ഉണ്ടോ നോക്കി, ഇല്ല, ലെവലേശം ഭക്തി ഇല്ല. ഇയാൾക്ക് ഈ ഭാഗവതം കൊടുത്താൽ അയാളെ ഭാഗവതം മറച്ചു നിൽക്കും. കൊടുക്കരുത്, എല്ലാവർക്കും ചോദിക്കുമ്പോൾ കൊടുത്ത് കൊടുക്കാൻ പാടില്ല. എന്തിനു വന്നോ മനസ്സിലാക്കണം. ആദരവോടുകൂടി പഠിക്കാൻ, അങ്ങനെ പഠിക്കുന്നവരുണ്ട് കേട്ടോ. ആദരവില്ലാണ്ട് വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നവരില്ലേ? ഇല്ലേ? ഇതിനെ കുറ്റം പറയാൻ വേണ്ടി പഠിക്കുന്നവരില്ലേ? പലതരത്തിൽ സമീപിക്കുന്നവരുണ്ടാവും. നല്ലോണം നോക്കി വിലയിരുത്തി ഭക്തി ബഹുമാനത്തോടു കൂടി പഠിക്കുന്നവരാണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒടുവില്ല എന്ന് പറയാം. അതാ വേണ്ടത്, അതാണ് കൊടുക്കാനത്. അഭക്താംസ്താംശ്ചവിജ്ഞായ. ഈ ദേവന്മാർക്കൊന്നും ഭക്തി വേണ്ടത്ര ഇല്ല. അവർക്ക് ഭാഗവതം കൊടുത്താൽ ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ആർക്ക് കൊടുത്തില്ല? ദേവന്മാർക്ക് കൊടുക്കാതെ മനുഷ്യനായ പരീക്ഷത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഒന്നാമത്തെ മാഹാത്മ്യം, ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് ഇപ്പോൾ 7 ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് ഇരുന്ന് കേൾക്കണേ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്രയും ഒന്ന് കഴിഞ്ഞു. അടുത്ത മാഹാത്മ്യം എഴുതി വെച്ചോളൂ. രണ്ടാമത്തെ ബ്രഹ്മാവ് നോക്കി ഇത്രയ്ക്കൊക്കെ മഹത്വമുണ്ട് ഈ ഒരു ഗ്രന്ഥത്തിന് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തൂക്കി നോക്കി തുലാസത്യത്തെ. ബ്രഹ്മാവല്ല നമ്മൾ കണക്കാക്കുന്ന ഏറ്റവും വലിയ ആളാരാ? നമുക്കിപ്പോൾ ആരാ സർട്ടിഫിക്കറ്റ് തരേണ്ടത്? ബ്രഹ്മാവ് തരണം വേണ്ടേ? എന്നാൽ ബ്രഹ്മാവ് കൊടുത്തു സർട്ടിഫിക്കറ്റ് ഈ ഗ്രന്ഥത്തിന് കാണിക്കാനാണ് ഈ കഥ. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ ഗ്രന്ഥവും ഒരു തട്ടിൽ വെച്ചു, ഒരു തട്ടിൽ ഭാഗവതം വെച്ചു. അത്ഭുതം എന്താ ചോദിച്ചാൽ, ഭാഗവതം വെച്ച തട്ട് താഴ്ന്നു. കനം കൊണ്ട്, പേജിൻ്റെ കനല്ല, വിഷയത്തിൻ്റെ കനം കൊണ്ട്. ഇതിൻ്റെ ശൈലി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നു, അവരൊക്കെ സന്തോഷിച്ച് കഴിയുന്നു, ആനന്ദമായിട്ടിരിക്കുന്നു. അവരെ കൊണ്ട് അവർക്കും ഗുണം, ലോകത്തിനും ഗുണം. എന്നാൽ മറ്റ് ഗ്രന്ഥങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞ സംശയമൊന്നുമില്ല, ഭാഗവത്തിനൊക്കെ ഇല്ല മറ്റൊന്നും എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞു? ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പരീക്ഷിക്കണം. ഇനി നമ്മൾ പരീക്ഷിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് എടുത്തോളൂ, വിഷമിക്കണ്ട, നേരെയാവും, നശിക്കില്ല, ഉറപ്പ്. ഇപ്പം 2 കഴിഞ്ഞു. അടുത്ത കഥ എന്താണ്? ഭാഗവതം കേട്ടാലുള്ള പ്രയോജനം. ഭാഗവതം ഇങ്ങനെ നടത്തുന്നത് പല ഉദ്ദേശം നടത്താം. ഭാഗവതം നടത്തുന്നത് പല ദിക്കിലും ഇപ്പോൾ സപ്താഹമൊക്കെ നടത്തണം. എന്താ വെച്ചാൽ അടുത്ത ഉത്സവത്തിനുള്ള കളക്ഷനാണ്. ഇവിടുത്തെ കാര്യം നിശ്ചലിച്ച് ചോദിച്ചിട്ടില്ല. ചില ദിക്കിലൊക്കെ സപ്താഹം ഏൽപ്പിക്കുന്നതിന് ചോദിക്കും കമ്മിറ്റിക്കാർ, തിരുമേനിക്ക് എത്ര ഉണ്ടാക്കി തരാൻ പറ്റും? എനിക്കൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല, ഉള്ളം കൂടി ഞാൻ വന്നാൽ തീരെയുള്ളൂ. നമ്മൾ പിന്നെ തുറന്ന് അങ്ങനെ കാര്യം പറയും. അങ്ങനെ ഒരു സ്വഭാവമാണ്. കൊണ്ട് വിഷമമൊന്നുമില്ല, നമുക്കൊരു ആശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ തെറ്റ് ശരിയൊന്നും പറയണില്ല, പക്ഷെ അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ സപ്താഹം നടത്തുന്നത് എന്തിനെന്നുള്ളത് വലിയ വിഷയമാണ്. എന്തിനാണ് സപ്താഹം നടത്തുന്നത്? എപ്പോഴാണ് സപ്താഹം നന്നാവുക? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലരൊക്കെ പറയാറുണ്ട്, സപ്താഹം കഴിഞ്ഞ കൊല്ലം ഗംഭീര തിരുമേനി 20 ചാക്കരിയാ വെച്ചത്. ഗംഭീര തെറ്റൊന്നുമില്ല, നമുക്ക് തെറ്റൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞത് തെറ്റൊന്നുമില്ല. അതൊക്കെയാണോ വേണ്ടതെന്നാണ് ചോദ്യം. അതിലാണോ? നമ്മൾ പറയുന്നു ഭാഗവതം വേണ്ടതുപോലെ അവ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു 1000 ആൾക്കാർ ഇരുന്ന് വിചാരിക്കുക, അതിൽ ഒരാൾക്ക് സമാധാനമായി നേരെയാവണം തോന്നിച്ചാൽ സപ്താഹം 999 പേർക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷെ ആർക്ക് സമാധാനമായി? അയാളുടെ ജീവിതത്തിലൊരു മാറ്റം അതുകൊണ്ടുണ്ടായാൽ ആ സപ്താഹം വിജയിച്ചു. അത് കാണാൻ സാധിച്ചോണമെന്നില്ല മാറ്റമൊന്നും. നമുക്ക് നമ്മൾ കാണുന്നത് പൊടിപ്പും തമ്മിലൊക്കെ നമുക്ക് കാണാനുള്ള ശേഷിയുള്ളൂ. ഉള്ളിൽ വന്ന മാറ്റം കാണാൻ പറ്റുമോ? അത് കാണിക്കാനാണ് ഈ കഥ. പണ്ട് നാരദർ സഞ്ചരിക്കുകയാണ്. എല്ലാ ദിക്കിലും മോശം വിഷയങ്ങൾ കണ്ട് അദ്ദേഹത്തിന് ആകെ വിഷമം തോന്നി. ഭാരതത്തിൽ വന്നു. ഇവിടെയെങ്കിലും കുറച്ച് നാമാവലി കേൾക്കാം, ഭജന പാടുന്നവരുണ്ടാവും എന്നൊക്കെ കരുതി വന്നു. നോക്കുമ്പോൾ വെടി നിന്നു. കലിയുടെ പ്രഭാവം തുടങ്ങി.
ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി 10-18 വയസ്സ്, അവളാകെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. നാരദരെ കണ്ടെങ്കിലും അടുത്തേക്ക് പോയില്ല. സ്ത്രീകളുടെ അടുത്തേക്കൊന്നും അദ്ദേഹം പോകാറില്ല. വ്രതബന്ധനം വേണ്ട, പ്രശ്നം വേണ്ട കാര്യം അദ്ദേഹം പോവാണ്. നോക്കാതെ പോയപ്പോൾ അവള് വിളിച്ചു. അങ്ങനെ നോക്കാതെ പോയാലോ? ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപിനാശയ. അല്ലയോ സാധു സന്യാസി, ഒന്ന് നിൽക്കണേ. നിങ്ങളെപ്പോലുള്ളവർ സഞ്ചരിക്കണം, ഞങ്ങളെപ്പോലുള്ള ദുഃഖങ്ങൾ തീർക്കാനല്ലേ. അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോണതെന്താ? മഹർഷി നിന്നു. അടുത്തേക്ക് പോന്ന് ചോദിച്ചു, നീ ആരാ? നിന്റെ കൂടെ 2 പേരെ കാണുന്നുണ്ടല്ലോ, പ്രായമുള്ളവർ. ആരാ? നിന്റെ അച്ഛനും വല്യച്ഛനും ആണോ? ഓൾ പറഞ്ഞു, അല്ല, എൻ്റെ മക്കളാണ്. അതെന്താ എങ്ങനെ? ഇവിടെ കണ്ട 18 വയസ്സ്, അവർക്കോ 90-95. മക്കളെന്ന് പറയുന്നുണ്ട്. സ്വതവേ അമ്മയ്ക്ക് പ്രായം കൂടിക്കൊണ്ട് മക്കൾക്ക് കുറഞ്ഞുകൊണ്ടല്ലേ പതിവ്. ഇതെന്തപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, അതെന്താ ചോദിച്ചാൽ എൻ്റെ പേര് ഭക്തി എന്നാണ്, എൻ്റെ മക്കളുടെ പേര് ജ്ഞാനം വൈരാഗ്യവും. അത് തന്നെ മനസ്സിലാക്കാത്തൊരു കഥയൊന്നുമല്ല കേട്ടോ. മിസ്റ്റർ ജ്ഞാന പേരാണ്, മറ്റുള്ള പേര് വൈരാഗ്യം എന്ന് പറഞ്ഞത് വെറൊരു കഥയല്ല. നമുക്കത് ഓർത്തു വെക്കാൻ പാകത്തിന് കഥാരൂപത്തിൽ പറയണം. നമ്മളിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ മക്കൾ ചോദിക്കും, വലിയ പേരക്കുട്ടി ചോദിക്കും, എന്തേ ഇപ്പം കേട്ടു മുത്തശ്ശി ചോദിച്ചാൽ പറയാനൊരു കഥ വേണം. അതിനുവേണ്ടി കഥാരൂപത്തിലാക്കിയത്. കഥാരൂപത്തിലല്ലെങ്കിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല. ഭക്തി പറഞ്ഞു, കലി വന്നപ്പോൾ ഞങ്ങൾ 3 പേർക്കും വയ്യാണ്ടി ക്ഷീണമായി. പക്ഷേ അങ്ങനെ സഞ്ചരിച്ച് ഞാൻ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഞാൻ നേരെയായി. പക്ഷെ മക്കളുടെ കാര്യം അപ്പോഴും നേരെയായില്ല. കാരണം വൃന്ദാവനത്തിൽ ഭക്തി ഉണ്ടെങ്കിലും ജ്ഞാനവൈരാഗ്യത്തിൻ്റെ കാര്യത്തിൽ ലേശം അവിടെ അങ്ങോട്ടൊരു പൂർണ്ണത ഇല്ല. പക്ഷെ നമുക്കൊരു പൂർണ്ണത വേണമെങ്കിൽ എന്ത് വേണം? ഭക്തി മാത്രം പോരാ, ജ്ഞാനവും വൈരാഗ്യവും വേണം. ഭക്തി എന്ന് പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ അത് വേണ്ടതുപോലെയാണ്. ചെന്തും വേണം, ജ്ഞാനവും വൈരാഗ്യം കൂടി വേണം. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറക് വേണം, എന്നാലേ ഭക്തി എന്താവുള്ളൂ, നേരെയാവുള്ളൂ എന്ന് കാണിക്കാനാണ് ഈ കഥ. കേവലം ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനവൈരാഗ്യത്തോട് കൂടണം. അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഭക്തിക്ക് വല്ല കുറവുണ്ടോ? അങ്ങനെ നോക്കാൻ ഭക്തിക്ക് എന്താ കുറവുണ്ടോ? ഇപ്പം കൂടുതൽ ചെയ്യണത് ഭക്തി. അമ്പലത്തിലൊക്കെ തിരക്ക് കൂടുതലല്ലേ? അല്ലെ, അമ്പലമൊക്കെ നേരെ വീടല്ലേ? ഇപ്പം അമ്പലങ്ങളൊക്കെ എന്താ കഥ? എല്ലാ അമ്പലങ്ങളും തിരക്ക് കൂടുന്നു, സമ്പത്ത് ധാരാളം ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഭക്തന്മാരങ്ങനെ ഒഴുകി വരികയാണ്. പേപ്പറിൽ ചീത്ത വാർത്തയും കൂടി വരുന്നുണ്ട്. രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു ചേരായ. ഭക്തി നല്ലോണം ഉണ്ട്, പക്ഷെ ജ്ഞാനവും വൈരാഗ്യവും കഷ്ടിയ. നമ്മുടെ കഥ നോക്കിയാൽ മതി. നമുക്ക് ഭക്തിക്കൊന്നും കുറവില്ല, പക്ഷെ അത് വേണ്ടതുപോലെയാണോ ചോദിച്ചാൽ അല്ല. അറിവുണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നും പ്രശ്നമാണ്, പരിഭ്രമമാണ്. എന്ത് വന്നാലും ദുഃഖിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കഥ. ഭയം, പേടി, വിഷമം. അപ്പം ജ്ഞാനവും വൈരാഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. തുച്ഛമായ കാര്യം പോലെ ഒഴിവാക്കാൻ വയ്യ. തൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് വല്ലതും വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റായ വൈരാഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ജ്ഞാനവും വൈരാഗ്യവും നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ടതുപോലെ ആയിട്ടില്ല എന്നർത്ഥം. അതിനാണ് ഭാഗവതം കേൾക്കുന്നത്. ഭക്തി ചെറുപ്പാണെങ്കിൽ അതിനങ്ങോട്ട് പോയിക്കൂടെ? നമുക്ക് തോന്നാറുണ്ട് ഈ ചോദ്യം പണ്ടത് കേൾക്കുമ്പോൾ. ഭക്തി ചെറുപ്പാണ്, എന്നാൽ അതിനങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ പോവില്ല. നല്ല അമ്മമാർക്ക് മക്കളും കൂടി നേരെയാവണേ. ഇന്നത്തെ അമ്മമാരെ പോട്ടു, പെറ്റ മക്കളെ തന്നെ ഒഴിവാക്കണേ അല്ലേ? ചിലയ്ക്കും മാലയ്ക്കും വേണ്ടി കുട്ടിയെ കളയുന്ന അമ്മമാർ ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ നല്ലൊരു അമ്മയാണെങ്കിൽ മക്കളും കൂടി നേരെയായാൽ മാത്രമേ സമാധാനമാവുള്ളൂ. ഇവിടെ ഭക്തി ചെറുപ്പമായിട്ട് പോലും ജ്ഞാനവും വൈരാഗ്യവും നേരെയാവണമെന്ന് കരുതി കാത്തിരിക്കുകയാണ് ഭക്തി. അപ്പോഴാണ് ഈ മഹാത്മാവിനെ കണ്ടെന്ന് നാരദരെ. അവർ നേരെയാവാനുള്ള വഴി പറഞ്ഞു തരും പറഞ്ഞു. നാരദർ അറിയണ വിദ്യയൊക്കെ ഉപദേശിച്ചു, പക്ഷെ നേരെയില്ല. ഉപനിഷത്ത് പറഞ്ഞു കൊടുത്തു, ഗീത പറഞ്ഞു കൊടുത്തു, അതൊക്കെ കേമാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി അവർക്കില്ലായിരുന്നു. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഏട്ടന്മാരെ കണ്ടു, സനകാദികളെ. അവരോട് ഈ വിഷമം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് അച്ഛൻ പറഞ്ഞു തരില്ലേ എന്ത് ഭാഗവതം? അത് പറഞ്ഞു കൊടുക്കാൻ തോന്നിയില്ലല്ലോ. നാരദർ പറഞ്ഞു, കലിയുടെ പ്രഭാവം എനിക്ക് ആ സമയത്ത് തോന്നിയില്ല, അറിയെങ്കിൽ പോലും തോന്നിയില്ല. നിങ്ങൾ ഓർമ്മിച്ചത് നന്നായി പറഞ്ഞു കൊടുക്കാം. പക്ഷേ സംശയം എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ ഇതാർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഭാഗവതം കേട്ടു എന്നല്ലാണ്ട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത് നിശ്ചയില്ല. അച്ഛനത് പറഞ്ഞത് ചുരുക്കി പറയണ്ടായത്. എന്നിട്ട് നീ എന്ത് ചെയ്യൂ? ഭക്തി ഉണ്ടാവാൻ ഭാഗത്തിന് വിസ്തരിക്കൂ എന്നാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയപ്പോൾ അത് വിസ്തരിക്കേണ്ടത്? ഒരു 7 ദിവസമായിട്ട് സപ്താഹമായിട്ട് നടത്തുമ്പോൾ എങ്ങനെ നടത്തണം, അതിന്റെ വിധി എന്താ ചോദിച്ചപ്പോൾ സനകാദികൾ പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നാരദ മഹർഷിയും സനകാദികളും കൂടിയാണ് ആദ്യമായി ഭാഗവതം സപ്താഹ രൂപത്തിൽ സംഘടിപ്പിച്ചത്. അവിടേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ക്ഷണിച്ചു. അവരവിടെ എത്തി. മാഹാത്മ്യ പ്രഭാഷണം കേട്ടപ്പോഴേക്കും ജ്ഞാനവും വൈരാഗ്യവും ചെറുപ്പമായി ഭക്തിയുടെ കൈ പിടിച്ച് ചാടിപ്പിടിച്ചു.
വികൃതികളായിട്ടുള്ള ഈ കുട്ടികളെ എവിടെ ഇരുത്തുന്ന ഭക്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാ ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളുണ്ടല്ലോ, ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറി നിന്നോളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭാഗവതം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ഉണ്ടാവും. അപ്പം ഭാഗവതം കേൾക്കുന്നത് എന്തിനാ? ചുറ്റുമതിൽ നേരെയാക്കണം. അത്രയുള്ളൂ, ജ്ഞാനവൈരാഗ്യം ഉണ്ടാവാൻ അത്രയുള്ളൂ. അല്ല ചെറുപ്പമാണെന്നല്ല, മുടി നരക്കാണ്ടിരിക്കുന്നില്ല ഭാഗവതം കേട്ടല്ല. അതൊന്നും വിചാരിക്കണ്ട, ഒന്നും വിചാരിക്കണ്ട. പക്ഷെ നമ്മളെ ബാധിക്കില്ല. നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായാൽ, ഭക്തി ഇപ്പൊ കുറേശ്ശൊക്കെ ഉണ്ടല്ലോ, അത് പൂർണ്ണമാണെന്ന് വെച്ചാൽ ജ്ഞാനവും വൈരാഗ്യം കൂടി ഉണ്ടാകണം. പൂർണ്ണമായി ദുഃഖിക്കാണ്ടിരിക്കാൻ സാധിക്കും. ഇതിനാണ് ഭാഗവതം കേൾക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ കുറച്ച് അപകടക്കാരനാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് വിഷമാവും, പുണ്യം ലേശം കുറവാൻ കൂട്ടിക്കോളൂ, അങ്ങനെയുള്ള ഞാൻ ഈ ഭാഗവതം കേട്ടാൽ നേരെയാവോ? നേരെയാവും. എത്ര വലിയ പാപിയാണെങ്കിൽ. ഇതാണ് നമ്മുടെ മതത്തിൻ്റെ ഒരു ഗുണം. മറ്റുള്ളവർ അങ്ങനെയല്ല, അവിടെയൊക്കെ ലേശം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ആ പ്രശ്നമില്ല. അഭിചേത് സുദുരാചാര, എത്ര വലിയ ദുരാചാരനാണെങ്കിലും, കാട്ടുകാളനാണെങ്കിലും സാരമില്ല, ഇനി നേരെയാവാൻ തയ്യാറാണോ? വിട്ടുപോരും, ഒഴിവാക്കണമൊന്നുമില്ല, ശുദ്ധാവും. അതിനൊരു കഥ, ദുന്ധുകാരി കൂട്ടിയക്കൂട്, നമ്മളെ കൂട്ടിയക്കൂടില്ല, അത്രയ്ക്ക് വൃത്തികേടി ദുന്ധുകാരി കാണിച്ചിട്ടുണ്ട്. പണ്ട് ആത്മദേവന്റെ പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ച് ദുന്ധുളിയെ മക്കളില്ലാണ്ട് വലിയ വിഷമം. അദ്ദേഹം കാട്ടിലേക്ക് പോയി, അവിടെ വെച്ചൊരു സിദ്ധനെ കണ്ടു. സിദ്ധനോട് വിഷമം പറഞ്ഞപ്പോൾ സിദ്ധൻ ഇദ്ദേഹത്തെ പറഞ്ഞയക്കാൻ വേണ്ടി ഒരു പഴത്ത് കൊടുത്തു. എനിക്ക് മക്കളുണ്ടാവാൻ അങ്ങനെ എന്തെങ്കിലും മന്ത്രം ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം തലയെ കൈവച്ച് പറഞ്ഞു, തനിക്ക് ഈ ജന്മത്തിലല്ല 7 ജന്മത്തേക്ക് മക്കളുണ്ടാവില്ല. നല്ല കാര്യമുണ്ടോ? ഭാവി അറിയാനുള്ള ത്വര കൊണ്ട് പറ്റിയതാണ്. അതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അടുത്തുള്ള നദിയിലേക്ക് ചാടി ചാവാൻ പുറപ്പെട്ടു. ആര്? ഈ ബ്രാഹ്മണൻ. ആ സിദ്ധനാകെ വിഷമായി. താൻ ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇയാൾ തന്റെ മുന്നിൽ പടഞ്ഞു മരിക്കണ്ട എന്ന് കരുതി തൽക്കാലം പറഞ്ഞുകൂടുക. എന്താണ്? തൽക്കാലം ഇയാളെ കൊണ്ട് ഒഴിവാക്കണ്ടേ? അവിടെ എന്തോ മാന്യം എന്തോ പറിച്ചു കൊടുത്തു. ഏതാ പഴം ഒന്നും പറയുന്നില്ല, ഒരു പഴം കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, ഒക്കെ നേരെയാവും. പക്ഷേ മഹാത്മാക്കൾ വെറുതെ പറഞ്ഞാലും സത്യാവില്ലേ? ഇതുവരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ പറയണമെന്താവും? അതിന് പിന്നാലെ ആര് പോവും? വാചമർത്ഥോനുധാവതി. മഹാത്മാക്കൾ പറയുമ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ അർത്ഥം വരും. നമ്മുടെ ഡിക്ഷണറി നോക്കി അവിടെ വരെ നോക്കിയെങ്കിലും പറഞ്ഞു ഒപ്പിക്കും നേരെയാവില്ല. അങ്ങനെ വ്യത്യാസം. മഹാത്മാക്കൾ പറയണത് അത് സത്യാവുക ചെയ്യുക. ഏതായാലും ആ ബ്രാഹ്മണൻ ചെന്നു, തൻ്റെ പത്നിക്ക് പഴം കൊടുത്തു. അവളത് കഴിച്ചില്ല. വിശ്വാസം ഭക്തിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. പിന്നെ പഴം കഴിച്ചാൽ പ്രസവിക്കല്ലേ എന്ന് പറഞ്ഞ് ഗോശാലയിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊരു പശു കഴിച്ചു. തൻ്റെ സഹോദരി വന്നപ്പം അവളോട് ഈ വിഷമം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കണ്ട, എനിക്ക് 8-10 മക്കളുണ്ട്, ഇപ്പം ഞാൻ ഗർഭിണിയാണ്, ഈ ഉണ്ടാവണ കുട്ടിയെ നിൻ്റെ എന്ന് പറഞ്ഞു, നീ അങ്ങോട്ട് വളർത്തിയാൽ മതി, നിനക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ പാൽ തരാൻ വരിക പറയാം, എൻ്റെ ഉണ്ടായ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കുട്ടി ഞാൻ തരാം, പകരം എന്താ വെച്ചാൽ ചില്ലുവാൻ എൻ്റെ ഭർത്താവിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിലൊന്നും എഴുത്തിനെത്തി ബന്ധമൊന്നുമില്ല, കരികാലല്ലേ. അവൾക്ക് സന്തോഷമായി, എന്തായാലും പ്രസവിക്കണ്ടല്ലോ, ഗർഭം ധരിക്കണ്ടല്ലോ, വലിയ ഭാഗ്യം എന്നവളെ കണക്കാക്കി. ഏതായാലും അനിയത്തിയുടെ കുട്ടിയെ തൻ്റെ കുട്ടിയായിട്ട് അവതരിപ്പിച്ചു. പാവം ഭർത്താവ് അതൊക്കെ വിശ്വസിച്ചു. ദുന്ധുകാരി എന്ന് പേരിട്ടു. ആ ഗോശാലയുണ്ടായ അത്ഭുതം. പശു പ്രസവിച്ചു. പശുവിൻ്റെ ആകൃതിയിലാണ് ചെവി എന്നുള്ളത് കൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. ഗോകർണ പശു, കർണം എന്ന് പറഞ്ഞാൽ ചെവി. അത് മാത്രമല്ല, അതിപ്പം തനി സാധാരണക്കാരാണെങ്കിൽ മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞുള്ളൂ. കുറച്ചൊരു വിവരം ഉണ്ടെങ്കിൽ വിചാരം ചെയ്യാൻ ശേഷം ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ. ഗോ എന്ന് പറഞ്ഞാൽ വേദം, കർണം എന്ന് പറഞ്ഞാൽ ചെവി. വേദം ശ്രവിക്കുന്നവൻ സാത്വികമായ വിഷയങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. താൻ നേരെയാവാനുള്ള വഴി മാത്രം അന്വേഷിച്ചത് മാത്രം ശ്രമിച്ച് നേരെയാവുന്നവൻ എന്നാണ് ഗോകർണം എന്ന് പറഞ്ഞ അർത്ഥം. ഭാഗവത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്നവെന്ന് കുട്ടിക്കും നമ്മളൊക്കെ പോരാ ഗോകർണന്മാരെ വാച്ച് നോക്കിയില്ലെങ്കിൽ നോക്കി നിന്ന് കഴിഞ്ഞു. ഒന്നുകൂടി നിർത്തണം. അത്രയേ ഉള്ളൂ കഥയുടെ താല്പര്യം. ഏതായാലും അങ്ങനെ ഗോകർണ ദുന്ധുകാരിയും വളരുന്നു. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകാരി മഹാഖല. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ദുന്ധുകാരി ആവട്ടെ മഹാദുഷ്ടം. ഇരുട്ടും വെളിച്ചും പോലെ, എള്ളും അരിയും പോലെ. അങ്ങനെ കണ്ട് വളർന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ലേ ദുന്ധുകാരിയുടെ ഉപദ്രവം. എവിടെ പണം വെച്ചത് ചോദിച്ചാൽ അച്ഛനെ തല്ലു. അച്ഛൻ അന്ന് പറഞ്ഞു, ആ സിദ്ധം പറഞ്ഞു തന്നെ മതിയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാവണേക്കാൾ നല്ലത് ഇല്ലാണ്ടിരിക്കുക. ചോദിച്ചു വാങ്ങിയത് തന്നെ.
എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിച്ചു. വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഈ ആത്മദേവൻ. അടുത്തേക്ക് വന്നു ഗോകർണൻ കയ്യിൽ പുസ്തകം കൊടുത്തു. അച്ഛാ, ഇനി ഇവിടെ ഒന്നും തിരിയണ്ട, 19 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പം അല്ലെങ്കിൽ കാശിക്കോ ഹരിദ്വാരം എവിടേക്കും പോകുക, നീ വെടി നിന്ന് ഇനി തല്ലു കൊള്ളേണ്ടി വരും എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം കൊടുത്തു ബലമായിട്ട്. അതാണ് ഭാഗവതം, ദശമസ്കന്ധം. ഇതിലൊരു ഉണ്ണിയുണ്ട് അച്ഛ, ഇയാളെ പോലെയല്ല. വാത്സല്യം കാരുണ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കണ്ണുവിട്ടാൻ നിശ്ചയില്ല. കാരുണ്യം വഴിമുഴുകുന്ന കണ്ണുകളാണ്. പല്ല് കടിച്ചു കുടിക്കൊന്നുമില്ല, പുഞ്ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. കയ്യിൽ ഓടക്കുള്ള ചോറിലൊന്നുമല്ല, ഉലക്കെ കൈ പിടിച്ചു നിൽക്കൊന്നുമല്ല. ആ ഉണ്ണിയെ മനസ്സിൽ വെച്ചുകൊണ്ടു സമാധാനമായിട്ടിരിക്കാം എന്നുള്ള ഗോകർണന്റെ ഉപദേശം തൻ്റെ മകനാണെങ്കിലും ഗുരുനാഥനായിട്ട് കണ്ട് നമസ്കരിച്ച് ഗ്രന്ഥം വാങ്ങിയാലും പോയി. ആത്മദേവൻ പോയി. ആ സിദ്ധന്റെ അനുഗ്രഹം കൊണ്ട് ആത്മദേവന് മുക്തി കിട്ടി. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട പറ്റില്ലല്ലോ. ആ ദുന്ധുളി കുറെ ദുഃഖിച്ചു. അവസാനം അവൾ ആത്മഹത്യ ചെയ്തു. ദുന്ധുകാരി പല സ്ത്രീകളെയും പള്ളിക്കൽ കൊണ്ടുവന്നു. അവരൊക്കെ മഹാമോശക്കാരികളാണ്. ഒരിക്കൽ രാജഭണ്ഡാരം കൊള്ളയടിച്ച് വന്ന സമയത്ത് അന്വേഷണം വരും. ഇദ്ദേഹത്തെ മാത്രമല്ല പിടിക്കുക, തൊണ്ടി മുതലും കൊണ്ടുപോകും. കാശ് നഷ്ടപ്പെട്ടാലോ കരുതി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊന്നു. ആരെ? ബന്ധുകാരിയെ കൊന്നു. മഹാപ്രേതമായിട്ട് മാറി ബന്ധുകാരി. ഒരിക്കൽ ഗോകർണ നാട്ടിലേക്ക് വന്ന സമയത്ത് പല രൂപത്തിൽ സംവദിക്കാൻ നോക്കുകയാണ്. തീർത്ഥം ജപിച്ച് തളിച്ച സമയത്ത് ഗോകർണൻ ബന്ധുകാരിയെ കണ്ടു. ബന്ധുകാരി തൻ്റെ വിഷമം പറഞ്ഞു. താൻ നേരെയായിട്ടില്ല, വലിയ ദുഃഖം തനിക്കുണ്ട്, എനിക്ക് മുക്തനാവണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഗോകർണൻ പറഞ്ഞു, ഗയാശ്രാദ്ധ കൂട്ടിയിട്ടുണ്ട് ഞാൻ. താൻ മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ശ്രാദ്ധ കൂട്ടി, എന്നിട്ടും നേരെയായിട്ടില്ലേ. നീ ഒന്നല്ല ഒരു 100 ഗയാശ്രാദ്ധ കൂട്ടിയാലും ഞാൻ നേരെയാവില്ല. കാരണം ഈ കൈ കൊണ്ട് അച്ഛനെ തല്ലിയിട്ടുണ്ട്. പ്രയാസവും. എന്താ വഴി? സൂര്യദേവനോട് ചോദിച്ചു, എന്താ വഴിയുണ്ടോ? സൂര്യദേവൻ പറഞ്ഞു കൊടുത്തു, വഴിയുണ്ട്. ഭാഗവതം ഉപദേശിക്കുന്നു. ഗായത്രി മന്ത്രം തന്നെയാണ് ഭാഗവതം. ധിയോ യോ നഃ പ്രചോദയാത് ഭർഗോ ദേവസ്യ ധീമഹി. അതന്നെയാണ് സത്യം പരം ധീമഹി. ധീമഹി എന്നുള്ള പ്രയോഗം കാണാണ്ടിരിക്കും. ഏറ്റവും വലിയ മന്ത്രം ഗായത്രിയാണ്. ഗായത്രിയേക്കാൾ വലിയ മന്ത്രല്യമാണ്. ആ ഗായത്രി വിസ്തരിച്ചതാണ് ഭാഗവതം. ബുദ്ധിയെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥം. ഭാഗവതം ഉപദേശിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഗോകർണൻ ബന്ധുകാരിക്ക് വേണ്ടി ഭാഗവതം നടത്തുകയാണ്. ഒരു മുളന്തൻ്റെ അടുത്ത് അതിൽ ഇരുത്തി. ആരെ? ശരീരമില്ലല്ലോ, അതിലേക്ക് ആവാഹിച്ചിരുത്തി. കുറെ സജ്ജനങ്ങൾ അത് കേൾക്കാനായിട്ട് വന്നു. ഭാഗവതല്ലേ എന്ന് പറഞ്ഞു. അവരൊക്കെ വന്നിരുന്ന് കേട്ടു. 7-ാം ദിവസമായപ്പം 7-ാമത്തെ കമ്പു അങ്ങോട്ട് പൊട്ടി. ആ ബന്ധുകാരുടെ സ്ഥാനത്ത് കണ്ടത് നീലമേഘ ശ്യാമളനെയാണ്, ശംഖചക്ര ഗദാധാരിയെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപം അയാളുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ഒപ്പം ഇരിക്കുന്ന ബന്ധുകാരി കേട്ടോ. ഇനി 7-ാം ദിവസം ഏസിരിക്കണേ, ഇന്നലെ ആവുള്ളൂ. അപ്പം 5 പോയിട്ട് കാര്യമില്ല. 7 ദിവസം നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടാൽ 12-ാം അധ്യായം ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മളാരായി? വത്സ. അത്രയൊന്നും ആവില്ല. അതില്ല, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളൊരു അമ്മ ചോദിച്ചു, തിരുമേനി എൻ്റെ പിന്നിൽ ഒരു മഞ്ഞ ചക്രം കാണുന്നുണ്ടോ ചോദിച്ചു. അതൊന്നും അത് സീരിയലിൽ കണ്ടതാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. അത് ഞാൻ വാക്ക് തരാം, അത് പറ്റും. മുമ്പുള്ളതിനേക്കാൾ സമാധാനം ഈ 7 ദിവസം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും, ഉറപ്പ്. ഇല്ലെങ്കിൽ 1000 രൂപ ഞാൻ അങ്ങോട്ട് തരും. ഇല്ലെങ്കിൽ ആ വാക്യം തരാം. അതുകൊണ്ട് വന്നിരുന്ന് കേൾക്കൂ. മഹാഭാവിയായിട്ടുള്ള ബന്ധുകാരി പോലും നേരെയായി. നമ്മളൊക്കെ കുറെ കഷ്ടപ്പെടുന്നുണ്ട്, കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇല്ല പറയണില്ല. പക്ഷെ നേരെയാവുമ്പോൾ തന്നെയാണല്ലോ സത്യമാണ്. അത്രയേ ഉള്ളൂ. കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്ക് ആവണം. ചെയ്യുന്നത് വൃത്തിയിൽ വേണ്ടതുപോലെ ആവണ്ടേ, അത് പ്രധാനമല്ലേ. അതിന് ഈ ഭാഗം ഒന്ന് കേൾക്കൂ. പ്രതിയാവില്ല നഷ്ടം. 7 ദിവസമായി ഞാൻ മാറ്റിവെച്ച് നിന്നാൽ എനിക്ക് എത്ര രൂപ നഷ്ടം നിശ്ചയുണ്ടോ? അതൊക്കെ തിരിച്ചു പിടിക്കാം. അതിൻ്റെ 10 ഇരട്ടി ലാഭം ഉണ്ടാവും. ഇന്ന് കേൾക്കും 7 ദിവസം. എന്നിട്ട് പണിയെടുക്കുമ്പോൾ ഒന്നും കൂടി സന്തോഷമായിട്ട് വൃത്തിയിൽ വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, അതാണ് ഏറ്റവും പ്രധാനം. വിമാനം വന്ന് ബന്ധുകാരിയെ കൊണ്ടുപോയി. ഗോകർണന്റെ സംശയം കേട്ട ബന്ധുകാരിക്ക് വിമാനം, പറഞ്ഞ തനിക്ക് ഒരു ഓട്ടോറിക്ഷ പോലും എന്തായാലും നമുക്കതിനുണ്ടാവില്ലേ. ഓക്കെ, മാഡം അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന സമയപ്പെടുത്ത് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വൈകുണ്ടാവും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് വെച്ചാൽ. ഗോകർണനൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളൊരു വിഷമം തോന്നി. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. അതെന്താ ഗോകർണ ചോദിച്ചാൽ, താൻ പറഞ്ഞുള്ളത് ശരി തന്നെ, കുറേ പേര് ഇരുന്ന് കേട്ടുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ബന്ധുകാരി കേട്ട പോലെ അവരാരും കേട്ടില്ല. കാരണം അവരൊക്കെ സമയത്ത് വീട്ടിലെത്തണ്ടേ. ഇപ്പം തന്നെ 7:45. ഇനിയിപ്പോൾ എപ്പോഴാവും നല്ല ബ്ലോക്കും ഉണ്ടാവും, എന്തോ ഭാഗ്യത്തിൽ ഇപ്പം മഴയില്ല. അങ്ങനെയൊക്കെ പലതും ചിന്തിച്ചിട്ടാണ് കേട്ടത്.
എന്തു കാര്യം? ഇത് കേൾക്കലല്ലാണ്ട് വേറൊരു വഴി തൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ കേട്ടു. രണ്ട് വ്യത്യാസം നടത്തും. വലിയ ദുഃഖമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ കേൾക്കും. അങ്ങനെ കണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് കേൾക്കും. ഇത്ര കാശ് ചെലവാക്കിയിട്ടാണെങ്കിലും പോയിരുന്ന്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായതാ, പക്ഷെ അന്ന് പോകാൻ തോന്നിയില്ല. പിന്നെ ലക്ഷങ്ങൾ ചെലവാക്കി അവിടെയും ഇവിടെയും പോയിരുന്ന് റൂം എടുത്തിരുന്ന് കേൾക്കണവരില്ലേ? അങ്ങനെ ഒരു വിഷയം വിഷമം വന്നാൽ നമ്മളത് കേൾക്കും. ബന്ധുകാലം അങ്ങനെയായിരുന്നു. അത്രയ്ക്ക് ഇനി നേരെ വേറെ വഴിയില്ലെന്ന് അറിഞ്ഞു കേൾക്കലും പലതും ഉണ്ട്. കൂട്ടത്തിൽ ലേശം കേട്ടേക്കാം എന്ന് പറഞ്ഞ് കേൾക്കുന്നത് വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. അറിഞ്ഞ് അനുഭവിക്കുന്നത് വ്യത്യാസമല്ലേ? അറിയാണ്ട കഥകളി കാണുന്നതും അറിഞ്ഞു കാണുന്നത് വ്യത്യാസമില്ലേ? കഥ അറിഞ്ഞ ആട്ടം കാണുമെന്ന് പറയും. അറിഞ്ഞ ഏകദേശം മനസ്സിലാക്കിയിരുന്ന് കേൾക്കുമ്പം നാരായണീയം വായിച്ച് ഗുരുവായൂർ പോണതും വായിക്കാണ്ട് പോണതും വ്യത്യാസമില്ലേ? ഇല്ലേ? വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. നാരായണം വായിച്ചു പോകുമ്പം ഹന്ത ഭാഗ്യം ജനാനാം ഇവിടെ തന്നെയല്ലേ ഇപ്പൊ ഞാൻ പണ്ട് വന്നത്, പക്ഷെ തോന്നിയില്ലല്ലോ. അറിഞ്ഞു ചെല്ലുമ്പം അതിനൊരു അനുഭൂതി കുറച്ച് അധികം ഉണ്ടാവും. അതാണ് പ്രത്യേകത. അത് സാധിക്കട്ടെ. പിന്നെ ഒരു അധ്യായത്തിലെ എങ്ങനെയാണ് ഭാഗവതം സപ്താഹം നടത്തേണ്ടതെന്നുള്ളത് പറഞ്ഞു. അത് അതുപോലെ ഒന്നും ആവില്ല. ഇപ്പം കാലത്തിനനുസരിച്ച് മാറ്റം വരുമല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്നത് പറയാം. രാവിലെ എത്ര മണിക്കാണ് ആരംഭിക്കേണ്ടത്? എപ്പോഴാണ് തുടങ്ങുള്ളൂ? എപ്പോഴാണ് തുടങ്ങുന്നത്? 6:30. എനിക്ക് എപ്പോൾ തുടങ്ങാനും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എത്ര എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 6:30 തുടങ്ങാം. 6:30 സഹസ്രനാമത്തോടു കൂടി ആരംഭിക്കും. ഈ സപ്താഹത്തിന് കുറെ മുമ്പേ രാജേഷ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്താഹം എപ്പോഴാണ് അതിന് പിന്നിൽ അധ്വാനിക്കുന്ന ആളുകൾ ചോദിച്ചതാണ്. മോഹിച്ച് അങ്ങനെ എപ്പോഴാണ് അതിനൊരു സമയമായത്? ഓരോന്നിനോരോ സമയം ഭഗവാൻ കണക്കാക്കുമല്ലോ. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം 6:30 ആരംഭിക്കാം. എന്നിട്ട് സഹസ്രനാമത്തോടു കൂടി തുടങ്ങും. സമൂഹ പ്രാർത്ഥന ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സപ്താഹം ഭംഗിയിൽ നടത്തി തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ മംഗളശ്ലോകം ചൊല്ലി അധ്യായം വായിക്കും. പിന്നെ സമയത്തിനനുസരിച്ച് കുറച്ച് വായിച്ച് കുറച്ച് പറയുക. അങ്ങനെ വായിച്ചും പറഞ്ഞ് അങ്ങനെ ഒരു 8:30 വരെ. 8:30 ചായക്ക് നിർത്തും. പിന്നെ ഒരു 9:10 തുടങ്ങും. പിന്നെ ഒരു 12:45 1 മണിക്ക് നിർത്തി ഊണ് കഴിഞ്ഞ് 2 മണിക്ക് തുടങ്ങും. പിന്നെ ഒരു 4:15 നിർത്തി ചായ കഴിഞ്ഞ് 4:30 തുടങ്ങി ഒരു 6:30 ആകുമ്പോഴേക്കും എല്ലാം ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കും. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദേശാങ്കട്ടം കൊണ്ടൊക്കെ ആകും. ആകാശവാണി പോലും ആവില്ല. എന്നാലും കഴിയുന്നതും വാക്ക് പാലിക്കാൻ ശ്രമിക്കും. പോരെ. എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എല്ലാം കേൾക്കൊന്നുമില്ല. ഇതിനോട് ചേർന്നതും പറ്റുന്നതൊക്കെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ സമ്മതിച്ച കാര്യമാണെങ്കിൽ ആവാം. അല്ലാത്തതൊന്നും സമ്മതിക്കില്ല. നല്ല അഭിപ്രായമൊക്കെ പറയാം. ഇന്നത്തെ ഈ പാരായണ പ്രഭാഷണവും ഭഗവാന്റെ പാദാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ കൂടെ വന്നത് വിഷ്ണു പുനലൂർ, കൊല്ലം സ്വദേശിയാണ്. അതിന് കീർത്തനമൊക്കെ കേട്ടില്ല. ഇടയ്ക്ക് കീർത്തനമൊക്കെ ഉണ്ടാവും. പിന്നെ തലപ്പണ പരമേശ്വരൻ ആചാര്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും പാരായണവും ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പം എല്ലാവരും പൂർണ്ണ സമയം ഉണ്ടാവും. ഓണത്തിന് കൂട്ടി കുടുംബസമയത്തൊക്കെ വരാൻ പറ്റും. വേണമെങ്കിൽ വിചാരിച്ചാൽ പേരക്കുട്ടിലൊക്കെ കൂട്ടാൻ പറ്റൊന്നുമില്ല. കേട്ട് വെച്ചത് മോശമാകൊന്നുമില്ല. അപ്പം ശ്രമിച്ചു നോക്കുക. ഞാൻ കേൾക്കില്ല തിരുമേനി അങ്ങനെ നിർത്തിയില്ല. ചോദിച്ചു നോക്കും. എനിക്ക് നമ്മൾ പറയാണ്ട് പോകണ്ട. അതാ പറയണത്. നമ്മളത് അവർ ചോദിച്ചാൽ മുത്തശ്ശൻ്റെ പറയാനും ചോദിച്ച വിഷമാവില്ലേ? അങ്ങനെയൊരു സംഗതി ഉണ്ടായിട്ട് നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെയൊരു സംഗതി ഉണ്ട് കേട്ടോ. ആ ഹോംവർക്കിൻ്റെ കൂടെ ശേഷം ഹോംവർക്കും ആവാം എന്നൊന്ന് പറഞ്ഞു നോക്കും. കേട്ടു വെച്ചാലല്ലോ ഒന്ന് പറഞ്ഞു നോക്കാം. പറ്റുവെച്ചാൽ കൊണ്ടുവരിക. പലരും നമ്മൾ നിർബന്ധിക്കാറില്ലേ? ഇല്ലേ? ഹോംവർക്ക് ചെയ്യാൻ നിർബന്ധിക്കാറില്ലേ? സ്കൂളിൽ പോകാൻ നിർബന്ധിക്കാറില്ലേ? മടി പിടിച്ചേക്കുമ്പോൾ പോകണ്ട പറയാം. നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നില്ല പറഞ്ഞാൽ വിടാണ്ടിരിക്കുമോ? അമ്പലത്തേക്ക് നമ്മൾ പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് കണക്കാക്കാൻ വേണ്ടത്. നമുക്കെന്താ വെച്ചാൽ ഏതാ പ്രധാനം എപ്പോഴും മനസ്സിലായില്ല. എന്നിട്ട് ഇങ്ങനെ ദുഃഖിക്കാം. ദുഃഖിക്കേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുഃഖിക്കാൻ പോകരുത്. കാരണം അല്ലെങ്കിൽ ദുഃഖിക്കാൻ പോകരുത്. അവരുടെ ജീവിതം അവരുടെ കാര്യം ഞാൻ വിട്ടു എന്ന് പറയാനൊരു കുഴപ്പമില്ല. പക്ഷെ ഗൃഹസ്ഥൻ അങ്ങനെയല്ല. സന്യാസിക്ക് പറ്റും. ഗൃഹസ്ഥൻ ഈ കൂട്ടിപ്പിടിക്കലുണ്ടല്ലോ. എല്ലാവരും വേണമെന്നുള്ളൊരു വിചാരം ഉണ്ടാകുമ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിലും കൂടി അവരൊന്ന് ചേർക്കാൻ ശ്രമിക്കുക. ഒന്ന് പിടിച്ചിരുത്തി നോക്കുക കുറച്ച് നേരമൊക്കെ. പിന്നെ അവർ പോകാൻ പോട്ടെ. ശരി. നാളെ രാവിലെ 6:30 സഹസ്രനാമത്തോടു കൂടി ആരംഭിക്കും. അപ്പം ദീപാരാധന. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി
ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. യജ്ഞവേദിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പ്രധാനമായിട്ട് പുഷ്പം, നെയ്യ്, പിന്നെ എന്തൊക്കെയാണല്ലോ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ആദ്യമായിട്ട് നടത്തല്ലല്ലോ, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. പിന്നെ കലവറ ശ്രദ്ധിക്കണം. ദേഹണം നടക്കുന്ന ദിക്കിലൊക്കെ പോയി നോക്കുക, അവിടെ പച്ചക്കറിയൊക്കെ തീർന്നു.